കർത്താവിന് മഹത്വം. കർത്താവ് നമ്മൾക്ക് ഒരുമിച്ച് വീണ്ടും ഈ ഉയർപ്പിൻ്റെ പകലിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നല്ലൊരു അവസരം തന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എൽബദേൽ ചർച്ചിൻ്റെ മലയാളം വർഷിപ്പിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ കാവൽ എന്ന് പറയുന്നൊരു വിഷയമാണ്. അതിൻ്റെ ഒത്തിരിയും ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. നമ്മൾ ഇന്നതിൻ്റെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാതിലുകൾ തുറന്നാൽ എങ്ങനെയാണ് ആ വാതിലുകൾ അടയ്ക്കേണ്ടത്. വാതിൽ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നോക്കിയേ, ഈ ആലയത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കാം, ആലയത്തിൻ്റെ ജനൽ തുറന്നു കിടക്കാം, കാറ്റ് കയറേണ്ടതിനെല്ലാം തുറന്നു കിടക്കാം. നമുക്കിതുപോലെ ഒരു സ്പിരിച്വൽ കവറിങ് ഉണ്ട്. രാത്രിയിൽ ആരും വാതിൽ തുറന്നിട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങത്തില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കൊതു കയറും. ഈ കൊതു കയറുന്ന സമയത്ത് എവിടുന്നാണ് കയറുന്നത്? വൈകിട്ട് കഥവോ വാതിലോ തുറക്കുമ്പോൾ അത് കയറുന്ന ആ സമയം കൊണ്ട് കയറുന്ന. പക്ഷെ പലരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുക. അവർക്കറിയത്തില്ല. ശത്രുവായണമെന്ന് നോക്കിയിരിക്കും. ഈ വീട് പൊളിഞ്ഞു കിടക്കുക, ഈ വീടിന് വാതിലില്ല, ഈ വീടിന് ജനലില്ല, ഈ വീടിൻ്റെ എല്ലാം ഭിത്തിയെല്ലാം പൊളിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഇവർ സമ്പാദിക്കട്ടെ, ഇവരുണ്ടാക്കട്ടെ, ഇവർ അധ്വാനിക്കട്ടെ. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവൻ ഒരു സമയം നോക്കും. എപ്പോൾ ആ വീട്ടിൽ വെളിച്ചമില്ല, ആ സമയത്ത് അവൻ കയറി വരും, ഉണ്ടാക്കിയ നന്മ മൊത്തം കൊണ്ടുപോയി നമ്മൾ അന്നേരം അയ്യോ എൻ്റെ ഹോസ്പിറ്റലിൽ പോയി, വണ്ടി ആക്സിഡൻറ്റിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, എനിക്ക് നന്മയില്ലേ, ഉയർച്ചയില്ലേ, എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല. പല രീതിയിലാണ് കാവൽ. ചിലരുടെ ശാരീരികമായിട്ട് കാവലില്ല, ചിലർക്ക് വികാരങ്ങളിൽ കാവലില്ല, ചിലർക്ക് സൈക്കോളജിക്കലി കാവലില്ല, ചിലരുടെ സമ്പത്തിന് കാവലില്ല. ബൈബിൾ ഇതെല്ലാം പഠിപ്പിച്ചു, നമ്മളിതെല്ലാം കണ്ടു. ചിലരുടെ തലമുറകളിൽ കാവലില്ല, ചിലരുടെ വസ്തുവകകളിൽ കാവലില്ല, മൃഗങ്ങളുടെ സമ്പത്തിൽ കാവലില്ല, അല്ലേ, വാഹനങ്ങളിൽ കാവലില്ല. ഇതെല്ലാം കണ്ടു. പക്ഷെ ശത്രു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരും, പിന്നെ കൊണ്ടുപോകും. ജീവിതത്തിൽ ഉയരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരണമെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന് ചുറ്റും മതിൽ കെട്ടണം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ചുറ്റും മതിൽ കെട്ടണം. ബൈബിളിൽ നിന്ന് നമ്മൾ എത്രയോ ചാപ്റ്റർ കണ്ടു. ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് മുമ്പേ ദൈവം ആദ്യം ചെയ്യുന്നത് എന്തുവാ? വേലി കെട്ടും, അല്ലേ? ദൈവം അതിന് ചുറ്റും വേലി കെട്ടും, എന്ന് വെച്ചാൽ മതിൽ കെട്ടും. സ്പിരിച്വൽ ആത്മീക കാവൽ നൽകും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ഗൾഫിൽ വിടുന്നതോ അമേരിക്ക വിടുന്നതോ എല്ലാം പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ വീടിന് ചുറ്റും സ്പിരിച്വൽ വേലി, ആത്മീക മതിൽ ബിൽഡ് ചെയ്യണം. സഭ വളരുന്നതിന് മുമ്പേ ദൈവം വേലി കിട്ടും. പക്ഷെ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ എങ്ങനെ ഇവൻ കയറുന്നത്? എങ്ങനെ? ഈ പൊളിയപ്പെട്ട സ്ഥലത്തൂടെ, തകരപ്പെട്ട സ്ഥലത്തൂടെ ശത്രു കയറി വന്ന സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സഭയ്ക്ക് ചുറ്റും വേലി കെട്ടുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നോക്കിയേ, വേലി കെട്ടണം. നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ വിടുതലുകളെ കുറിച്ച് കാണുക. എങ്ങനെയാണ് ഒരാളുടെ ലൈഫിൽ, അല്ലേ, വേലികൾ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ വരെ കണ്ടു? എവിടെ വരെ ആൻറ്റി നമ്മൾ കണ്ടേ? പ്രെയർ ആൻഡ് കൺഫെഷൻ ഇവിടെ വരെ കണ്ടല്ലേ? ഈ ചാപ്റ്ററെല്ലാം നമ്മൾ കഴിഞ്ഞായിരുന്നല്ലോ. അതൊന്ന് ഓൺ ആയിക്കോട്ടെ. ഓക്കെ, പ്രെയർ ആൻഡ് കൺഫെഷൻ. ഫാമിലി വരെ വന്നു, ഇവിടെ വരെ വന്നോ? ഓക്കെ, നമുക്ക് ചിന്തിക്കാം. ഈ ഭാഗങ്ങൾ ചില ആഴമേറിയ ഭാഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വേലി പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ബിൽഡാകത്തില്ല. നമ്മളെല്ലാം വിചാരിച്ചേക്കുന്നത് എന്തുവാ? വേലി പൊളിഞ്ഞു പോയാൽ തന്നെ അങ്ങ് ബിൽഡാകുന്നു. ഇല്ല. നിങ്ങൾ വ്യക്തിപരമായി കൺഫസ് ചെയ്യാത്തിടത്തോളം കാലം അത് തന്നെ ബിൽഡാകത്തില്ല. കയ്യിലൊരു മുറിവ് പറ്റിയ മരുന്ന് വെച്ചാൽ തന്നെ അങ്ങ് മുറിവങ്ങ് ഉണങ്ങും. പക്ഷെ വേലി തന്നെ ബിൽഡാകത്തില്ല. വേലി നിങ്ങൾ ബിൽഡ് ചെയ്യണം. എങ്ങനെ ബിൽഡ് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ആ വേലി ഇടിഞ്ഞു പോകാൻ, ആ മതിൽ ഭിത്തി തകർന്നു പോകാൻ കാരണമായ കോസ് എന്തുവാ? പാപമാണ്.
ആ പാപത്തെ നിങ്ങൾ ഏറ്റു പറയണം. എത്ര വർഷം മുമ്പുള്ളത്? ബൈബിളിൽ എത്ര വർഷം മുമ്പ് ഒറ്റമുള്ള പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്? പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ തൊട്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എത്ര തലമുറ? ഞാൻ പറഞ്ഞു 430 തലമുറ വരെ ഉള്ളത് ഞാൻ കാണിക്കാം. ബൈബിളിൽ കണക്കുണ്ട്. അബ്രഹാമിന്റെ അല്ല, ആദാമിന്റെ പാപം തൊട്ട് തന്നെ അല്ലേ ആ പാപത്തിന്റെ ശിക്ഷ ഇന്നും ഉണ്ട്. യേശു കർത്താവ്, ഒടുക്കത്തെ ആദാമായ ക്രിസ്തു വന്ന് നമ്മളെ ജീവിപ്പിച്ചു. പക്ഷെ നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ച് ഇന്നും വേർപ്പുണ്ട്. ഇന്നും നമ്മുടെ ജഡിക ശരീരത്തിന് മരണമുണ്ട്. ഇന്നും നമുക്ക് രോഗങ്ങൾ വരാം, പ്രതിസന്ധികൾ ജഡത്തി വരാം. എന്തുകൊണ്ട്? ആദാം വിതച്ചതാ. ഇനി ഈ പാപം ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോവും. ക്രൂശിൽ ആത്മമരണത്തെ മാറ്റി. ഇനി ജഡത്തിന്റെ മരണം ഒടുക്കത്തെ ശത്രുവായിട്ട് നീങ്ങിപ്പോകുന്ന ഒരു കാലമുണ്ട്. അന്ന് നമുക്ക് മറ്റൊരു ശരീരം കിട്ടും. അന്ന് നമുക്ക് ഒരു ഉയർപ്പിന്റെ വിൺമയമായ ശരീരം കിട്ടും. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതയുണ്ട്. പക്ഷെ കഷ്ടതയെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. എങ്ങനെ ജയിക്കാൻ പറ്റും? നിങ്ങളുടെ മാനസികമായി നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന വചനത്തിന്റെ ബലം കൊണ്ട്. കേട്ടോ, വചനത്തിന്റെ ബലം കൊണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കൂ, സഭയെന്ന് പറഞ്ഞ ഒരു സ്കൂളാ, കോളേജാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും, സ്കൂളിൽ വിടും. ഒരു വർഷം കഴിയുമ്പോഴത്തേന് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ കൊച്ചു എവിടെയെങ്കിലും ചെല്ലുമോ? ഇല്ല. ഞാൻ ഒരു വർഷം പഠിച്ചു, എൻ്റെ എല്ലാം കഴിഞ്ഞു, ഒന്നും ആ കൊച്ചിനെയും കൊണ്ട് ഒന്നും കൊള്ളത്തില്ല അല്ലേ? ഓരോ ദിവസവും ടീച്ചർ പഠിപ്പിക്കുന്ന, ഇന്ന് ടീച്ചർ പഠിപ്പിച്ചു, ഇന്ന് ബോറായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല മോനെ. ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അല്പമായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടുന്നത്. അല്പമായിരിക്കും ഓരോ സബ്ജക്റ്റ് അല്ലേ? പഠിപ്പിച്ച് ഒരു വർഷം കഴിയുമ്പം ആ ടെസ്റ്റ് കഴിഞ്ഞു, ആ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിലോട്ട് കയറി. ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നത്. സഭ ഒരു സ്കൂളാ, സഭ ഒരു കോളേജാ. ഇന്നത്തേക്കിന് നിങ്ങൾക്ക് വേണ്ടിയത് എന്തുവാ അത് ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. കേട്ടോ, ഞാൻ പലപ്പോഴും നമ്മളെ പൊതുവെ പറയുന്നൊരു കാര്യം, ആഹാരം കഴിച്ചു, ഇന്നലെ നിങ്ങൾ ആഹാരം കഴിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ മസിലോ എന്തെങ്കിലും വീർത്തോ? പെട്ടെന്ന് ആഹാരം കഴിച്ചതുകൊണ്ട് മസിലെല്ലാം കൂടെ വന്നില്ല. ആഹാരം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇന്നലെ ജീവിച്ചത് അല്ലേ? ജീവിച്ചത് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള എനർജി കിട്ടിയത് അല്ലേ? പക്ഷെ അതിനർത്ഥം നമുക്ക് ശരീരം വണ്ണം വെച്ചു ആഹാരം കഴിക്കുന്ന ദിവസം വണ്ണം വെക്കാറില്ല. അതിനകത്തെ സത്ത് എടുത്ത് നിങ്ങളുടെ ജീവിതത്തിന് ജീവിക്കേണ്ടിയ നന്മ കിട്ടി, നിങ്ങൾക്ക് ജീവിക്കേണ്ടിയ എനർജി കിട്ടി, പ്രോട്ടീൻ കിട്ടി, വൈറ്റമിൻ കിട്ടി അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടി. എന്ന് പറയുന്നത് പോലെ വചനം കേൾക്കുക, വചനം ഓരോ ദിവസവും കേൾക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ ക്ലാസ്സുകൾ, ഒറ്റ ദൈവവചനത്തിൻ്റെ പഠനം നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയത്തില്ല വചനം പഠിക്കുന്നതിൻ്റെ വാല്യൂ എന്തുവാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യ. ഞാൻ പൊങ്ങച്ചൻ പറയുമൊന്നുമല്ല, വചനം പ്രസംഗിക്കുന്നതിന് കേൾക്കുന്നതും. ഞാൻ പലപ്പോഴും പലയിടത്തും പോയി ക്ലാസ് എടുക്കാൻ പോകും. ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് ഓരോരുത്തർ വന്ന് എന്നോട് പറയുന്ന മറുപടി ഞാൻ കേൾക്കാറുണ്ട്. ആൾക്കാരെന്ന് പറയും, എൻ്റെ പാസ്റ്ററെ, അവർ പറയും, ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ ഞങ്ങൾ കേൾക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പല ആൾക്കാരും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേരളത്തിൽ പോയപ്പോൾ ഒരാൾ വന്നു, ഒന്ന് രണ്ട് ആൾക്കാരൊന്നും എന്നോടൊക്കെ പറയാം, ഒരു വാക്യം എടുക്കും, പിന്നെ കുറേ കഥ പറയും, പിന്നെ കുറേ ശബ്ദം ഉണ്ടാക്കും, പിന്നെ കുറേ കാറ്റ്, പിന്നെ കുറേ പുക, പിന്നെ വെടി, പുക, തീ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും 1.5 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റിലൊരു ഇമോഷൻ കൊണ്ടുവന്നിട്ട് ഒരു സംഭവമാക്കി കുറച്ച് പേര് അവിടെ കരയുകയും ബഹളമൊക്കെ കഴിഞ്ഞ് ബഹളവും കൂടെ ആക്കി മീറ്റിംഗ് കൊഴിപ്പിച്ചു പോയി. സത്യം പറഞ്ഞാൽ മീറ്റിംഗ് കഴിയുമ്പോൾ എന്തോ കിട്ടി, ഒരു ബലൂൺ പൊട്ടി, എന്തൊക്കെയോ പടക്കം പൊട്ടി, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയത് ബഹളമല്ല, ഞങ്ങൾക്ക് എല്ലാം വേണം, ബഹളം ഇല്ലെന്നല്ല കേട്ടോ. ദൈവസന്നിധി ഇന്നിപ്പം വർഷിപ്പ് ചെയ്തപ്പം കണ്ടോ, ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തെ ആരാധിക്കും, നമ്മുടെ കണ്ണുകൾ നിറയും, നമ്മൾ കർത്താവിനെ കരങ്ങൾ ഉയർത്തി, അതൊക്കെ ഉണ്ട്. പക്ഷേ സോളിഡ് വചനം നിങ്ങൾ ഭക്ഷിക്കണം, സോളിഡ് വചനം. അപ്പൊ ദൈവവചനം പഠിക്കുന്നത് കളയരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഒരാഴ്ച പോലും കളയരുത്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പൊ മതിലെങ്ങനെയാ പണിയുന്നേ? പിതാക്കന്മാരുടെ അകൃത്യം തൊട്ടുള്ളത് ഏറ്റു പറയണം. 430, 70, 21 എത്രയോ കണക്കുകളൊക്കെ ഞാൻ പഠിപ്പിച്ചു, എല്ലാം പ്രീവിയസ് ക്ലാസ്സുകളിൽ കിടപ്പുണ്ട് കേട്ടോ. ഏറ്റു പറയണം. നിങ്ങളുടെ ലൈഫിലും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ പറ്റിയത്, ചെറുബാല്യം തൊട്ട് പറ്റിയത്, നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടുള്ളത്,
അല്ല, നമ്മുടെ പിതാക്കന്മാർ ചെയ്തത് പലതും ദൈവം നമ്മളെ ഓർപ്പിക്കുന്നെങ്കിൽ, നമ്മുടെ മാതാക്കൾ ചെയ്തത് പലതും നമ്മളെ ഓർപ്പിക്കുന്നെങ്കിൽ, എൻ്റെ ദൈവമേ, ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ദൈവം അനുവദിച്ചാൽ, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എന്നൊരു ക്ലാസ് എടുക്കാം. കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ ഓരോരുത്തരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത്, ഓരോ ആൾക്കാർ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. ചില വ്യക്തികളുടെ ലൈഫിൽ പിതാക്കന്മാർ വഴിയുള്ള റൂട്ടിലാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്, ചിലത് മാതാക്കൾ വഴിയുള്ള റൂട്ടിലാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പിന്നീട് പറയാം. നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പറഞ്ഞു. പക്ഷെ മടങ്ങി വരാം. ഇനി അത് പറയാൻ പോയാൽ ആ ട്രാക്കിൽ കൂടെ വേറെ റൂട്ടിൽ പോകും. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. പാപത്തെ ഏറ്റുപറയണം, പാപത്തെ ഏറ്റുപറയണം. നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയുന്തോറും നിങ്ങളുടെ മാനസികമായി നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുക. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തിലേറ്റ മുറിവുകളെ മുറിവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റത്തില്ല. കുഴഞ്ഞ മനസ്സുമായിട്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആരോഗ്യത്തോടുകൂടെ ക്ഷീണിതയായി തീരാതെ ബലപ്പെടുത്തണം. പാപങ്ങളെ, ഇനിക്വിറ്റി, ട്രാൻസ്ഗ്രഷൻ, പാപം, അകൃത്യം, ലംഘനം, അതിന് ഓർഡർ മാറിപ്പോയി. സിൻ, ട്രാൻസ്ഗ്രഷൻ, ഇനിക്വിറ്റി, അങ്ങനെയായിരുന്നു വരേണ്ടത്. ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ഇതായിപ്പോയതാ. പാപം, ലംഘനം, അകൃത്യം, അതായത് ഓർഡർ. പാപം, ലംഘനം, അകൃത്യം, അതിനെ ഏറ്റു പറയണം. 2, അങ്ങനെ അത് നിമിത്തം വാതിൽ തുറക്കാം. രണ്ടാമത്തെ ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ജനറേഷണൽ പ്രോബ്ലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫാമിലി പരമായി, കുടുംബപരമായി ചില വ്യക്തികൾ ഒരു കുടുംബത്തിൽ ജനിച്ചു, അത് നിമിത്തം ആ കുടുംബത്തിൽ കാവലില്ല. ആ കുടുംബത്തിലെ മാതാപിതാക്കളോ പൂർവികന്മാരുടെ ലൈഫിലോ തുറക്കപ്പെട്ട വാതിൽ കിടക്കുന്നുണ്ട്. ആ വീട്ടിൽ ജനിച്ചതുകൊണ്ട്, പെട്ടെന്ന് നീ ജനിച്ചതുകൊണ്ട് നിന്റെ മതിൽ ബിൽഡ് ആകത്തില്ല. ദൈവം നിനക്ക് സത്യം വെളിപ്പെടുത്തി തരത്തുള്ളൂ. നീ ബിൽഡ് ചെയ്തോണം. മനസ്സിലായോ? ആ വീട്ടിൽ ജനിച്ചതുകൊണ്ട് എന്തു പറ്റും? നീ പുതിയതായിട്ട് ജനിച്ചു, അപ്പോഴത്തേന് നിനക്ക് വേണ്ടി ദൈവം മതിൽ ബിൽഡ് ചെയ്യത്തില്ല. ദൈവം നിനക്ക് അവസരം തരും. ദൈവം നിന്നെ സത്യം അറിയിക്കും. നീ സത്യം അറിഞ്ഞ് ബിൽഡ് ചെയ്യേണ്ടതിനെ ബിൽഡ് ചെയ്യണം. അനേകരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇഗ്നോറൻസാ, അറിവില്ലായ്മ. അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഇഗ്നോറൻസാ ഏറ്റവും, ഞാൻ പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഡേഞ്ചറസ് കാര്യം എന്തുവാണെന്നറിയാം? ഡേഞ്ചറസ് കാര്യം, ഒരാൾ ജ്ഞാനത്തെ തള്ളിക്കളയുന്നു, ഒരാൾ പരിജ്ഞാനത്തെ തള്ളിക്കളയുന്നു. ജ്ഞാനവും പരിജ്ഞാനവും തള്ളിക്കളയുന്നത് ഭയങ്കര. പണമില്ലെങ്കിൽ ജീവിക്കാം, നിങ്ങൾക്ക് എന്തോ ഇല്ലെങ്കിൽ, പക്ഷെ ജ്ഞാനവും വിവേകവും ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങൾ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനം, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയുള്ള ജ്ഞാനവും പരിജ്ഞാനവും ദൈവം നിങ്ങളുടെ മേൽ ബിൽഡ് ചെയ്യട്ടെ കേട്ടോ. ആലയത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഒന്ന്, കുടുംബപരമായിട്ടുള്ളത്, മാതാപിതാക്കളിൽ കൂടെ തുറക്കപ്പെട്ട വാതിലുണ്ടെങ്കിൽ ഏറ്റു പറയണം. പിതാവിൽ നിന്നുള്ളത്, മാതാവിൽ നിന്നുള്ളത്, അത് ഏറ്റു പറയണം. പ്രധാനപ്പെട്ടത്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിതാവിൽ നിന്നുള്ളതും മാതാവിൽ നിന്നുള്ളതും നിങ്ങൾ ഏറ്റു പറയണം. 2, നിങ്ങളുടെ സ്പൗസ്, ഭാര്യയാകാം ഭർത്താവാകാം, വിവാഹത്തിൽ കൂടെ നിങ്ങൾ ഒരുമിച്ചാകുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള ആ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഭാര്യ ഷെയർ ചെയ്യണം. ഭാര്യ ഷെയർ ചെയ്യണോ എന്ന് പറഞ്ഞേ? ചെയ്യണം. ഭാര്യയുടെ വീട്ടുകാരിൽ എന്തൊക്കെയുണ്ടോ ആ വീട്ടുകാരിൽ നിന്നുകൊണ്ട് ഈ ഭാര്യ വഴി എന്തൊക്കെയുണ്ടോ അത് ഭർത്താവ് ഷെയർ ചെയ്യണം. ഇത് രണ്ടും ഒരു ബ്രിഡ്ജ് ആകുക. ഈ 2 കുടുംബങ്ങൾ ഒരു ബ്രിഡ്ജ് ആകുക. 2 വ്യക്തികൾ തമ്മിലുള്ള ലീഗൽ സ്പിരിച്വൽ യൂണിയൻ നിമിത്തം ഈ 2 കുടുംബങ്ങൾ ഒരു ബ്രിഡ്ജ് ആകുക. ബ്രിഡ്ജ് ആകുന്നത് നിമിത്തം ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും പോകും, അവിടെ നിന്നുള്ള കാര്യം ഇങ്ങോട്ടും വരും. ബ്രിഡ്ജ് ആണെങ്കിൽ അങ്ങോട്ടും പോകാം, ഇങ്ങോട്ടും വരാം.
ഇതുപോലെ ആ ഫാമിലിയുടെ കുടുംബത്തിലുള്ളത്, ഹസ്ബൻഡിന്റെ കുടുംബത്തിലുള്ള അറ്റാക്ക്, ബ്ലെസ്സിങ്, ഇമോഷണൽ പ്രോബ്ലം, ഓരോ കാര്യങ്ങൾ ആ വൈഫിലേക്ക് സ്ലോലി പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ ചിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വൈഫിനോട് കൂടെ പറയാറ്, ഞങ്ങളുടെ വീടിൻ്റെ മുന്നേ കൂടെ ഞാൻ രാവിലെ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ഒരു കോഴി നടന്നുപോയി. ഞാൻ ആ കോഴിയുടെ നടപ്പ് കണ്ടിട്ട് പറയാം, ഇത് ആ വീട്ടിലെ ഓണറിൻ്റെ ആയിരിക്കും, ആ വീട്ടിലെ ഓണർ നടക്കുന്ന പോലെ ഇത് നടക്കുന്നതാണ്. ആ വീട്ടിലെ ഓണർ നടക്കുന്ന പോലെ ഈ കോഴി നടക്കുന്നതെന്ന് ഞാൻ തമാശ പറഞ്ഞാൽ, പക്ഷെ എനിക്ക് നടക്കുന്ന അങ്ങനെ കാണും നോക്കുക, അവർ നടക്കുന്ന പോലെ നടക്കുന്നത്. സ്ലോലി അവർ ഓരോ വീട്ടിലെ പെറ്റ്സ് അങ്ങനെ ആകും കേട്ടോ. ഓരോ വീട്ടിലെ പെറ്റ്സും അങ്ങനെ ആകും. ആ വീട്ടിലെ ഓണറിനെ അവരുടെ ഷേപ്പ് പോലെ, അവരുടെ കാര്യങ്ങൾ പോലെ. കാരണം അതിനെ എങ്ങനെ ഗ്രൂം ചെയ്യുന്നത്, എങ്ങനെയാണ് ടെക്നിക്കൽ ബോഡി പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നത്, അതുപോലെ ആയിത്തീരും. ഇതുപോലെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളത്, വൈഫിന്റെ വീട്ടിലുള്ളത് സ്ലോലി ഹസ്ബൻഡിന്റെ അതിന് ഈ വെള്ളം ഇങ്ങനെ ന്യൂട്രലാവും. കണ്ടിട്ടുണ്ടോ? ഉയരത്തിൽ കിടക്കുന്ന വെള്ളവും താണു കിടക്കുന്ന വെള്ളവും രണ്ടും കൂടെ ഒരുമിച്ച് ന്യൂട്രലാകാൻ നോക്കും കേട്ടോ. ഇങ്ങനെ വരാൻ നോക്കും. ന്യൂട്രൽ ആകുന്നിടം വരെ ഫ്രിക്ഷൻ കാണും. പക്ഷേ ഇതിനെ തിരിച്ചറിയണം. ഹസ്ബൻഡിന്റെ മുകളിൽ കിടക്കുന്ന പ്രോബ്ലം വൈഫിന്റെ മുകളിൽ വരാതിരിക്കണമെങ്കിൽ വൈഫ് അതിനെ സ്പിരിച്വലി ഇൻസൈറ്റ് കിട്ടിയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഈ വിഷയം എൻ്റെ വീട്ടിൽ ഇന്നു വരെ ഇല്ലാത്തതാണ്. ഇപ്പം എൻ്റെ മീതെ വരാനുള്ള കാരണം എന്താ? ഇതെൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ മീതെ ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ടോ അവിടുന്നാണെങ്കിൽ അവിടുന്ന്, അല്ല എൻ്റെ മീതെ വരുന്ന പുതിയ അറ്റാക്ക് ആയതിലും ആണോ? ആ അറ്റാക്ക് വരണമെങ്കിൽ എവിടെയെങ്കിലും ഓപ്പണിങ്സ് ഉണ്ട്. കർത്താവേ, അതിനെ ഞാൻ റെസിസ്റ്റ് ചെയ്യുന്നു. അതെൻ്റെ മീതെ വേണ്ട, അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിൽ വേണ്ട. ആ വീട്ടിലെ മകൾ ഒരു കാവൽക്കാരനായിട്ട് പടയാളിയെ പോലെ അതിനെ എതിർത്ത് നിൽക്കാം. അതിന് കയറാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ലൂസാ. എന്തേലും വന്ന് കയറും, എതുവഴിയേലും വന്ന് കയറും, വഴിയില്ല ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉള്ളതെല്ലാം നമ്മുടെ മീതെ വന്ന് കയറും. പക്ഷെ നീ റെസിസ്റ്റ് ചെയ്യണം. ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ളത് പ്രോബ്ലം, നെഗറ്റീവ്സ്, ഇമോഷണൽ പ്രോബ്ലം, ആ സിസ്റ്റം, കൾച്ചർ നിന്റെ കുടുംബത്തിലേക്ക് വരാതെ ഭാര്യ എന്തോ എടുക്കണം? റെസിസ്റ്റ് ചെയ്യണം. 2, ഭർത്താവ് തിരിച്ചറിയണം. ഏറ്റവും കൂടുതൽ ഭാര്യമാർ തിരിച്ചറിയും. ഭർത്താക്കന്മാർ തിരിച്ചറിയുന്ന കാര്യത്തിൽ ലേറ്റാണ്. പക്ഷെ ഭർത്താക്കന്മാർ തിരിച്ചറിയണം, ഭാര്യയുടെ കുടുംബത്തിൽ നിന്നാണോ ചിലത് വരുന്നത്, അതിന് റെസിസ്റ്റ്. നോ, ഈ വീട്ടിലത് വേണ്ട. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ കുടുംബം ബിൽഡ് ചെയ്യണം. ഇവരൊരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇവരൊരുമിച്ച് ബിൽഡ് ചെയ്യണം. അങ്ങനെ 2 കുടുംബത്തിൽ നിന്നുള്ള എല്ലാ നെഗറ്റീവുകളെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുള്ള ഒരു കുടുംബമായി നിങ്ങളെ ബിൽഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ബിൽഡ് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഭാര്യയുടെ കുടുംബത്തിൽ കൂടെ, ഭർത്താവിൻ്റെ കുടുംബത്തിൽ കൂടെയോ കയറി വരുന്ന പ്രോബ്ലങ്ങളെ അതിനെ ബ്രേക്ക് ചെയ്യണം. വാതിലുകൾ ഉണ്ടെങ്കിൽ അടയ്ക്കണം കേട്ടോ. കൂടുതൽ ഞാൻ ജനറേഷണൽ പ്രോബ്ലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പഠിപ്പിക്കാം. ഏതൊക്കെ ഏരിയകളിലാണ് വാതിൽ അടയ്ക്കേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അടുത്തത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ പലതും, നമ്മുടെ വ്യക്തിപരമായ ജീവിതം പലതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ദൈവത്തിൻ്റെ വചനത്തിനും ഹിതമല്ലാതായി തീർന്നിട്ടുണ്ടെങ്കിൽ എന്തു പറ്റണം? നമ്മൾ ദൈവത്തോട് ക്ഷമ പറയണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും അനുസൃതമല്ലായിരുന്നു പലപ്പോഴും. ആയിരുന്നോ? നമ്മളെല്ലാം ദൈവവചനം അനുസരിച്ചും നമ്മളെല്ലാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ചും ആണോ ജീവിച്ചുകൊണ്ടിരുന്നത്? അല്ല, തെറ്റിപ്പോയിട്ടുണ്ട്. കർത്താവിനോട് ക്ഷമ പറയണം. നമ്മുടെ വ്യക്തിത്വം നമ്മൾ രൂപാന്തരപ്പെട്ടേക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയൊരു സ്വാധീനം അതിനകത്തുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിന് വലിയൊരു സ്വാധീനമുണ്ട്. നമ്മുടെ കൂട്ടുകാർക്ക് വലിയൊരു സ്വാധീനമുണ്ട്. പിന്നെ നമ്മളുടെ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള വലിയ സ്വാധീനമുണ്ട്. സൊസൈറ്റിക്ക്, മീഡിയയ്ക്കും എല്ലാം വലിയ അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ. അതിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കാണണം. ഒരു പട്ടാളക്കാരനെ നിർത്തിയിട്ട് ഒരു പ്രശ്നം വരുമ്പം അവരോട് ചോദിക്കണം, പെട്ടെന്ന് നിന്റെ ചിന്ത വരുന്നത് എന്തുവാ?
ഒരു ഡോക്ടറെ നിർത്തിയിട്ട് ചോദിക്കണം, നിന്റെ ചിന്തയിൽ ഇത് വരുന്നത് എന്തുവാ? ഒരു ടീച്ചറിനെ നിർത്തിയിട്ട് ചോദിക്കണം, നിന്റെ ചിന്തയിൽ വരുന്നത് എന്തുവാ? അടുത്തത് ഒരു പാസ്റ്ററിനെ നിർത്തിയിട്ട് ചോദിക്കണം. പട്ടാളക്കാരനോട് ചോദിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധാരണ ഒരു മനുഷ്യനെ നിർത്തിയിട്ട് ചോദിക്കണം. പട്ടാളക്കാരനോട് ചോദിക്കുക, അതേണ്ട ഒരു പുലി വരുന്നു, നീ എന്തോട്? ഒരൊറ്റ വെടിക്ക് തീർക്കാനുള്ളതെന്ന് പറയും, ഒരൊറ്റ ഗണ്ണിന് തീർക്കാനുള്ളതെന്ന് പറയും. പുള്ളിക്ക് അത്രേ ഉള്ളൂ. പുള്ളിക്ക് ആദ്യം വരുന്നത് എന്തുവാ? തോക്കും ഫയറും തീയും വെടിയുണ്ടയും ഒക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. കാരണം പുള്ളിയുടെ പ്രോഗ്രാമിങ് അങ്ങനെ. അടുത്തത് ഡോക്ടറോട് ചോദിക്കുക. ഡോക്ടർ നിൽക്കുമ്പോൾ ഒരു പുലി വരുന്ന പറഞ്ഞാൽ ഡോക്ടർ എന്ത് പറയും? പുള്ളിക്കാരൻ പറയും, അതിനെ എന്തെങ്കിലും രീതിയിൽ അതിനെ ഓപ്പറേഷൻ ചെയ്യാനോ, അതിനെ ഓപ്പറേഷൻ കത്തിയും കൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ, അതൊക്കെ അവരുടെ മനസ്സിലാവും. ഒരു മരുന്ന് കുത്തി വെച്ചാൽ മതി, അല്ല ഒരു മയക്ക് വെടി വെച്ചാൽ മതി, ഒരു മരുന്ന് കുത്തി വെച്ചാൽ മതി. അങ്ങനെ ആയിരിക്കും ഡോക്ടർ ചിന്തിക്കുന്നത്. മെഡിക്കൽ പ്രകാരമേ ഡോക്ടർ ചിന്തിക്കത്തുള്ളൂ. അടുത്തൊരു ടീച്ചർ എന്ത് ചിന്തിക്കും? ടീച്ചർ ചിന്തിക്കും, ഈ ആനയെക്കുറിച്ച് എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാം. ആന വരുമ്പോൾ ഓടുന്ന കാര്യം വേറെ, പക്ഷെ ആനയെക്കുറിച്ച് എങ്ങനെ പഠിപ്പിക്കാം എന്നായിരിക്കും ടീച്ചർ ചിന്തിക്കുന്നത്. ഒരു പാസ്റ്റർ എന്ത് ചിന്തിക്കും? ഈ പോരാട്ടത്തെ ഞാൻ ശാസിക്കും. പുള്ളി വെടിവെക്കൊന്നും ഓപ്പറേഷൻ ചെയ്യുന്നതല്ല, ഈ പോരാട്ടത്തെ ഞാൻ. മറ്റേ സാധാരണക്കാരൻ എന്ത് കൊടുക്കും? അവൻ ജീവനും കൊണ്ട് ഓടും. അവന് വെടിവെക്കുന്നതും താല്പര്യമില്ല, ഓപ്പറേഷൻ ചെയ്യുന്നതും താല്പര്യമില്ല, പഠിപ്പിക്കണമെന്നും താല്പര്യമില്ല, ജീവൻ മതി, അവൻ ഓടിയ കളി. ഓരോരുത്തരുടെ വളർച്ചയിൽ അവരെങ്ങനെ അതിനനുസരിച്ച ഒറ്റ പ്രതിസന്ധിയാ. പലരും പല ആംഗിളിലാ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ പുലിയാ, ഒരാനയാ, ഒരു പ്രോബ്ലമാ. ഇതിനെ എങ്ങനെയാ പലരും കാണുന്നത്? പല രീതികളിലാ. നമ്മൾ എങ്ങനായിരുന്നു കാണേണ്ടിയെന്നറിയാമോ? വചനം അനുസരിച്ചാ കാണേണ്ടത്. പക്ഷെ നമ്മൾ വചനം അനുസരിച്ചല്ല ബിൽഡ് അയക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വചനം അനുസരിച്ച് കാണാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ? നമ്മൾ വചനം അനുസരിച്ചല്ല ബിൽഡ് അയക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വചനം അനുസരിച്ച് കാണാൻ പറ്റാത്തത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എവിടെയെങ്കിലും ഒക്കെ തെറ്റിപ്പോയി, അത് ദൈവത്തോട് ക്ഷമ പറയണം. അതുവഴി തുറക്കപ്പെട്ട വാതിലുണ്ട് രക്ഷ. പൂർവ്വപിതാക്കന്മാരുടെ അകൃത്യത്തെ ഏറ്റുപറയണം. പൂർവ്വപിതാക്കന്മാർ, മാതാക്കൾ, അവരുടെ അകൃത്യത്തെ ഏറ്റുപറയണം. എത്ര തലമുറ വരെ ഏറ്റുപറയണം? 10 തലമുറ. ഇതെല്ലാം ഞാൻ ബൈബിളിൽ നിന്ന് പഠിപ്പിക്കാം. ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചേക്കുന്നതല്ല, ഇതെല്ലാം ഞാൻ ബൈബിളിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കാം. 10 തലമുറ എന്തിനാ ഏറ്റുപറയുന്നേ? 10 തലമുറ ഏറ്റുപറയുന്ന കാര്യം 3 തലമുറ വരെയാണ്. വിഗ്രഹാരാധനയ്ക്ക് പോയാൽ 3 തലമുറ വരെയാ ദൈവം ചോദിക്കുന്നത്, ദൈവം കണക്കെടുന്നത്. 3 തലമുറ. പക്ഷേ ലൈംഗിക പാപത്തിന് പോയാൽ ദൈവം കണക്കിടുന്നത് 10 തലമുറ വരെയാണ് കേട്ടോ. വിഗ്രഹാരാധനയ്ക്ക് പിമ്പിൽ പോയാൽ ദൈവത്തിന്റെ ശിക്ഷ 3, 4 തലമുറ വരെ ഉള്ളൂ. പക്ഷെ ലൈംഗിക പാപത്തിന് പിമ്പിൽ പോയാൽ അതിന്റെ ശിക്ഷ 10 തലമുറ വരെയാണ്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ അകൃത്യങ്ങൾ, അത് വിഗ്രഹാരാധന നിമിത്തമായിരിക്കാം, മന്ത്രവാദങ്ങൾ നിമിത്തമായിരിക്കാം, ആഭിചാര നിമിത്തമായിരിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിച്ചോ നിമിത്തമായിരിക്കാം, പല രീതികളിലുള്ള പാപത്തിൽ കേട്ടോ. ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ട് എന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ട്. ആ വീട് ദുഷ്ടൻ ശാപമെല്ലാം വരുത്തി വെച്ചു. ആ വീടിന്റെ കാവലെല്ലാം പോയി, ആ ദുഷ്ടനങ്ങ് മരിച്ചു. അപ്പൊ ഈ മക്കൾ ജീവിക്കുമ്പോൾ പുതിയ കാവൽ ദൈവം കൊടുക്കുമോ, അതോ ഈ മക്കൾ ബിൽഡ് ചെയ്യണോ? ബിൽഡ് ചെയ്യണം. അപ്പന്റെ അകൃത്യത്തെ ഏറ്റുപറഞ്ഞ് മക്കൾ ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യാത്തിടത്തോളം കാലം ഇവരുടെ ലൈഫിൽ സ്ട്രഗിൾസ് ആയിരിക്കും. അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ വിശ്വാസത്തിൽ വന്നു, കർത്താവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു. അതെല്ലാം സംഭവിച്ചത് അവരുടെ ആത്മരക്ഷയ്ക്ക് സംഭവിച്ചു. ശാരീരിക രക്ഷയോ? പൗലോസിന് പോലും ശാരീരിക രക്ഷ കിട്ടിയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും കരയുക, അയ്യോ, മരണത്തിന് അധീനനായി ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? ഞാൻ എൻ്റെ ബുദ്ധിയിൽ മറ്റൊരു പ്രമാണം കാണുന്നു, അതെന്നെ പാപത്തിന് ബദ്ധനാക്കി കളയുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതല്ലേ? എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നു എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ? പക്ഷെ ബുദ്ധിയിൽ മറ്റൊരു പ്രമാണം കാണുന്നു. എവിടെ കാണുന്നേ? ശരീരത്തിൽ. പക്ഷെ ആത്മാവിലോ? ഞാൻ ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് കർത്താവിന്റെ പ്രമാണത്തെയും ഞാൻ
സേവിക്കുന്നു. പക്ഷെ ഇതിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? എൻ്റെ കർത്താവിൽ കൂടെ എനിക്ക് ജയമുണ്ട്. എന്ന് വെച്ചാൽ വചനം നിനക്ക് അകത്ത് കയറിയാൽ ജഡത്തെ നിനക്ക് പിടിച്ചടക്കാം. രാഗമോഹങ്ങളോടുകൂടെ നിനക്ക് അതിനെ ക്രൂശിക്കാം. രാഗമോഹങ്ങളോടുകൂടെ നിനക്ക് അതിനെ ക്രൂശിക്കാം. പൂർവ്വപിതാക്കന്മാർ വഴി തുറന്നിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയണം, നമുക്ക് മാറാം. അടുത്തത് ട്രഡീഷൻ, പാരമ്പര്യമായിട്ട് ശാപങ്ങൾ വഴി, രോഗങ്ങൾ, ക്യാരക്ടർ, ഇതൊക്കെ കയറി വരാൻ ഇടയാകും ആ വഴികൾ തുറന്നിട്ടുണ്ടെങ്കിൽ. ലാൻഡ് പരമായിട്ട് ഈ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് ഞാൻ എടുത്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷെ ഇന്നത് പറയാൻ വസ്തുവകകൾ സംബന്ധമായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തും കൊണ്ട് ഇസ്രായേലിലെ രാജാക്കന്മാർ 12 പേര് പരാജയപ്പെട്ടു പോയി. ശൗല്, ദാവീദ്, ശലോമോൻ. അതിനുശേഷം 2 കിങ്ഡമായി. ഒന്ന് നോർത്തേൺ കിങ്ഡം, 10 ഗോത്രങ്ങൾ ഒരിടത്ത് പോയി. അടുത്ത 2 കിങ്ഡം, 2 ഗോത്രങ്ങൾ ഒരിടത്ത് പോയി. ഇപ്പുറത്ത് ഒരു 12 രാജാക്കന്മാർ വന്നു, ഇപ്പുറത്തും 12 രാജാക്കന്മാർ. ഇസ്രായേലിന് 10 ഗോത്രങ്ങൾക്ക് ഒരു 12 രാജാക്കന്മാർ വന്നു, ഇപ്പുറത്തും ഒരു 12 രാജാക്കന്മാർ വന്നു. എന്തോ പറ്റി? യഹൂദയുടെ ഒരു 3 രാജാക്കന്മാർ മാത്രമേ ഉള്ളൂ നല്ലവണ്ണം ജീവിച്ചത്. നല്ലവണ്ണം. ബാക്കി മൊത്തം രാജാക്കന്മാരും തകർന്നു പോയി. അവസാനം എന്തു പറ്റി? ഈ 10 ഗോത്രത്തെ ആദ്യമേ ശത്രു അങ്ങ് കൊണ്ടുപോയി. ഈ 10 ഗോത്രത്തെ ശത്രു അങ്ങ് കൊണ്ടുപോയി, ആദ്യമേ കൊണ്ടുപോയി. അവർ ഭൂമിയിൽ ഏതൊക്കെ സ്ഥലമുണ്ടോ മൊത്തം ചിതറിപ്പോയി. അവരെ വിളിക്കുന്ന പേരെ ലോസ്റ്റ് ട്രൈബ് എന്ന് വെച്ചാൽ ഇന്നും കിട്ടിയിട്ടില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അമ്മാരെ കിട്ടിയിട്ടില്ല. ലോസ്റ്റ് ട്രൈബ്. അണ്ട് അവരാ മണിപ്പൂരിലുള്ള, അല്ലേ, മനാശേ ഗോത്രം. മണിപ്പൂരിലുള്ള മനാശേ ഗോത്രമാണ്. അവരെ ഇപ്പോഴാ ഒരു 10-50 വർഷങ്ങൾക്ക് പുറകിൽ അവരെ കണ്ടുപിടിച്ചത്. ഇപ്പം തിരിച്ചു കൊണ്ടുപോകാനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവർ ഒത്തിരിയും കാലങ്ങളായിട്ട് അവരുടെ സിസ്റ്റത്തിൽ അവർ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കുറെ വർഷങ്ങൾക്ക് പുറകിലാ അവരെ മനാശേ ഗോത്രത്തെ ഇന്ത്യയിൽ നിന്ന് കിട്ടി. ഇസ്രായേലിന്റെ 10 ഗോത്രമാണ് എന്ന് പോയതാ. യേശു കർത്താവിന്റെ മരണത്തിന് 700 വർഷം മുമ്പേ പോയതാ. യേശുവിന്റെ മരണത്തിന് 700 വർഷം പുറകെ ചിതറിപ്പോയതാ. 720 750 പോയതാ. മനാശ് 10 ഗോത്രങ്ങൾ ചിതറിപ്പോയതാ. ബാക്കി അവരെവിടൊക്കെയാന്ന്? കുറച്ച് പേര് ആഫ്രിക്കയിലുണ്ടായിരുന്നു, കുറച്ച് പേര് യൂറോപ്പിൽ പോയി, കുറച്ച് പേര് ഇന്ത്യയിൽ വന്നു, കുറച്ച് പേരെ കൊന്നുകളഞ്ഞു. അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ലോകത്തിന്റെ കൂട്ടത്തിൽ അങ്ങ് ചേർന്ന് പോയി. കാരണം കലർപ്പിൽ നിങ്ങൾ ചേരലെന്നായിരുന്നു. കല്യാണം കഴിക്കേണ്ടത് പോലും ലേവി ഗോത്രത്തിലെ ഒരു പുരുഷൻ കല്യാണം കഴിക്കേണ്ടത് ലേവി ഗോത്രത്തിലെ മകളെയാ. ലേവി ഗോത്രത്തിലെ ഒരു പുരുഷൻ പോയി യഹൂദ ഗോത്രത്തിലെയോ റൂബേൻ ഗോത്രത്തിലെയോ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ വ്യവസ്ഥയില്ല. അവരുടെ പ്യുവർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ലേവി ഗോത്രത്തിലെ ഒരു മകൻ പോയി കല്യാണം കഴിക്കേണ്ടത് ആരെയാ? ലേവി ഗോത്രത്തിൽ നിന്ന് തന്നെയാ. അങ്ങനെ അതിന് പ്രമാണം. പക്ഷേ ഇപ്പം കാണാനേ ഇല്ല ആളിനെ. മറ്റേ 2 ഗോത്രം BC 586 ആ 10 ഗോത്രം പോയപ്പോഴെങ്കിലും ഇവ മാനസാന്തരപ്പെടാമായിരുന്നു. മാനസാന്തരപ്പെട്ടില്ല. 2 ഗോത്രത്തെ കൊണ്ടുപോയി. ടോട്ടലി 12 ഗോത്രമാണ്. ആ 2 ഗോത്രത്തെ പോയി ബാബിലോണിൽ കൊണ്ടുപോയി. അവരെ പിന്നെ തിരിച്ചു കൊണ്ടുപോയി. ദൈവം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒത്തിരി എണ്ണം കലർപ്പായി പോയി. അവരെ വീണ്ടും ദൈവം റിസ്റ്റോർ ചെയ്തു. അങ്ങനെയുള്ളവരെ ഇപ്പോൾ ഉള്ളത്. ഒത്തിരി പേരെ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒക്കെ ഉണ്ട്. ഒത്തിരി പേരെ തിരിച്ചു കൊണ്ടുവന്നു. എന്തോ പറ്റിയതാ? എന്തുകൊണ്ടാ തകർന്നു പോകാനുള്ള കാരണം? ഒരു കാരണം ലാൻഡാ. എന്തോ ലാൻഡ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആൻറ്റി? കാരണം ഇവര് തകർന്നു പോകുന്നതിന് മുമ്പേ 700-800 വർഷം പുറകിൽ ഇവരെ ദൈവം ഈ സ്ഥലം കൊണ്ടുവന്ന് കൊടുത്തു. ഏത് സ്ഥലം? ഇസ്രായേലിൽ എന്ന് പറഞ്ഞ സ്ഥലം കൊണ്ട് കൊടുത്തു. അവിടെ ചെല്ലുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, ഇവിടെയുള്ള ജാതികളുടെ സിസ്റ്റം ഒന്നും നിങ്ങൾ അനുകരിക്കരുത്, അവരുടെ മ്ലേച്ഛത പോലെ നിങ്ങൾ അനുകരിക്കരുത്. ഈ മണ്ണേ ശപിക്കപ്പെട്ടു. പക്ഷെ നീ അവിടെ ചെല്ലുമ്പം ഈ ദേശത്തിൻ്റെ ഒരു കാര്യങ്ങളും വെച്ചേക്കല്ലേ. യാഗപീഠങ്ങൾ, വിഗ്രഹങ്ങൾക്കുള്ള യാഗപീഠങ്ങൾ, മ്ലേച്ഛതയ്ക്ക് വേണ്ടിയിട്ടുള്ള ബലിപീഠങ്ങൾ, നീ അതിനോട് ഉടമ്പടി ചെയ്യാതെ അതിനെ എല്ലാം കുത്തിക്കളഞ്ഞ് അതിനെ കത്തിച്ച് കളയണം. വൃക്ഷങ്ങൾ മാത്രം, ഫലം തരുന്ന വൃക്ഷങ്ങൾ മാത്രം വെച്ചേക്കാവും. ബാക്കി എല്ലാം നീ കത്തിച്ച് കളയണം. ചിലയിടത്ത് ദൈവം പറഞ്ഞു പച്ചവൃക്ഷങ്ങളെ ഉൾപ്പെടെ കളഞ്ഞേക്കാൻ പറഞ്ഞു. ദൈവം തന്നെ നശിപ്പിച്ച് കളഞ്ഞു. പച്ചവൃക്ഷങ്ങളെ ഉൾപ്പെടെ ദൈവം കളഞ്ഞു. കാരണം പച്ചവൃക്ഷങ്ങളുടെ ചുവട്ടിലും ധൂപം കാട്ടി.
ദൈവം പറഞ്ഞു കുന്നിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ പച്ചവൃക്ഷങ്ങളെയും അതിനെ ഉൾപ്പെടെ കളഞ്ഞേക്കാൻ പറഞ്ഞു. കാരണം ദൈവം അശുദ്ധിയോട് കൂടിച്ചേരുന്നവനല്ല, അശുദ്ധിയെ തുടച്ചു കളയും. ദൈവത്തിനെ അനുഗ്രഹിക്കാൻ നമ്മുടെ കുറച്ച് ടെക്നിക്കും ഒന്നും വേണ്ട. ദൈവത്തിന്റെ മുമ്പിൽ നീ നീതിയോടെ നിന്നാൽ ഒരു ടെക്നിക്കും വേണ്ട, ദൈവത്തിനെ അനുഗ്രഹിച്ചിരിക്കും. നോക്കിയേ, ചെല്ലുമ്പം ശുദ്ധീകരിക്കാൻ പറഞ്ഞു. ഇവര് ശുദ്ധീകരിച്ചില്ല, കുറച്ച് ശുദ്ധീകരിച്ചു. കുറച്ച് ഇങ്ങോട്ടും കയറി, കുറച്ച് അങ്ങോട്ടും പോയി, എല്ലാം കൂടെ പോയി. കുറച്ച് നാളുകൾ ഇങ്ങനെ അങ്ങ് പോയി. രാജാക്കന്മാരൊക്കെ വന്നു, കുറച്ചൊക്കെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. പക്ഷെ ആ അടി കിടന്ന കൊല്ലണം, തകർക്കണം എന്നൊക്കെ പറഞ്ഞ ആ അശുദ്ധ ശക്തികളുണ്ടല്ലോ, അത് പിന്നീട് കയറി വന്നു, ഇവന്മാരെ കയറി പിടിച്ചു. ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട് ക്ലാസ്. എന്തിന് ദൈവം യുദ്ധം അനുവദിച്ചു? അവസാനം ഇവർ തകർന്നു പോയി. അവിടെ കൊണ്ട് മാറട്ടെ. ലാൻഡ് വസ്തുപരമായിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തകർത്ത് കളയണം. ആ വസ്തുവകകളിൽ കൂടെ പറ്റിയേക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തകർത്ത് കളയണം കേട്ടോ. ഞാനത് കൂടുതലൊക്കെ പ്രത്യേകിച്ച് ജനറേഷണൽ പ്രോബ്ലങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ പഠിപ്പിച്ചു പോവാം. നിങ്ങൾക്ക് അതെല്ലാം വിടുതല, ഓരോ ഏരിയകളിൽ വിടുതലെടുക്കാതെ അനുഗ്രഹിക്കപ്പെടത്തില്ല ദൈവമക്കൾ, അത് ഉറപ്പാണ് കേട്ടോ. ഞാൻ പലപ്പോഴും എൽബദേൽ ചർച്ചയിൽ വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ആഴത്തി ദൈവവചനം പഠിക്കണം. നിങ്ങൾ എൽബദേൽ ചർച്ച നിങ്ങൾക്ക് വിടുതൽ കിട്ടും. അല്ല, ഒരു ചടങ്ങിന് വേണമെങ്കിൽ വേറെ എവിടെ വേണമെങ്കിൽ പോകും. നിങ്ങൾക്ക് ഒരു ആരാധനയ്ക്ക് ഒരു ചടങ്ങ് തീർത്താൽ മതി. 15-20 വർഷം കഴിയുമ്പോഴും പണ്ടത്തെ പ്രോബ്ലം ഇപ്പോഴും പ്രോബ്ലം ആയിരിക്കും. പണ്ടത്തെ പ്രോബ്ലം എന്താ പ്രോബ്ലമായി തീരുന്നേ? കാരണം വിടുതൽ എടുത്തിട്ടില്ല. നിങ്ങൾ ചടങ്ങിന് തീർക്കാൻ പോയി. വചനം പഠിക്കുമ്പോൾ ആ ഏരിയകളിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടുക. അവിടെ നിങ്ങൾ വർക്ക് ചെയ്യണം. അതോറിറ്റീസിനെ, വിക്കഡ് അതോറിറ്റീസ് നിമിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പഠിപ്പിക്കാം. 2 ടൈപ്പ് അതോറിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചല്ലേ, ഇത് ഞാൻ പറഞ്ഞതാ. അതോറിറ്റീസ് നിമിത്തം ഇതെല്ലാം റിപ്പീറ്റേഷനാണ്. വേർഡ്സ് ഓഫ് കേഴ്സസ്, ശാപത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ മീതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കാരണങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ, കാരണം കൂടാതെ ഒരു ശാപവും വരത്തില്ല. പക്ഷെ അധികാരികളായവർ നിങ്ങളുടെ മീതെ പറഞ്ഞ ശാപത്തിന്റെ വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊരു വാതില, അതിനെ തകർത്തുകളാണ്. അടുത്തത് ഫുഡ് വഴി. ഇതൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. സദൃശ്യവാക്യങ്ങൾ പറയുക. ദുഷ്ടന്റെ വീട്ടിൽ പോയി അവന്റെ ആ വീട്ടിൽ ആഹാരം ഇരിക്കുമ്പോൾ നീ ഉമ്മനീര് ഇറക്കിക്കൊണ്ടിരിക്കല്ലേ, അവൻ നിന്റെ എന്നേരം മതിരിച്ചുകൊണ്ടിരിക്കല്ലേ, മദ്യം കാണുമ്പോൾ നീ നോക്കിക്കൊണ്ടിരിക്കല്ലേ, അതിനെ നോക്കിക്കൊണ്ട് നീ രസിച്ചുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ വാക്യമുണ്ടല്ലോ അല്ലേ. അത് രുചികരമായി തോന്നി നീ നോക്കിക്കൊണ്ടിരിക്കല്ലേ, അത് സർപ്പവിഷം പോലെ നിന്നെ കൊത്തും. നിന്നെ അത് ദുഷ്ടന്റെ മുമ്പിൽ നീ ഇരിക്കുമ്പം ഒരു വാക്യമുണ്ട്, നീ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവന്റെ കൂടെ ആഹാരത്തിന് ഇരിക്കുമ്പോൾ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചോളാൻ. അവൻ നിന്നെ ശരിക്കും കഴിപ്പിക്കും. അന്നേരം നീ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചോളാൻ. നമ്മുടെ മലയാളം ഭാഷ പറഞ്ഞാൽ ആഹാരം കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് കണ്ണ് കാണത്തില്ല അല്ലേ. ആഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടന്റെ ആഹാരം കഴിക്കുമ്പോൾ നിന്റെ കഴുത്തിന് ഒരു കത്തി വെച്ചോളാൻ. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഈ ചിലപ്പം ഈ റംസാനും ഇതൊക്കെ വരുന്നോ, ഇപ്പൊ റംസാന്റെ ദിവസം വരുന്നു, ഇവർ ആടിനെ കൊണ്ടുവരും. ഞാൻ കണ്ടിട്ടുണ്ട്. ആടിനെ കൊണ്ടുവന്നിട്ട് ആടിനെ തിരുമുന്നു, ആടിനെ കുളിപ്പിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വന്ന് ആടിന് പുല്ല് കൊണ്ട് കൊടുക്കുന്നു. കയറാൻ വയ്യാത്ത മരത്തെ വലിഞ്ഞു കയറി പ്ലാവിൻ്റെ ഇല വെട്ടിക്കൊണ്ട് കൊടുക്കും. ആടവർക്ക് എന്നെ എന്തോ സന്തോഷത്തോടെ എന്നെ നോക്കുന്നു അല്ലേ. എന്നെ എന്തോ ഇങ്ങനെ യജമാനന്മാരുണ്ടോന്ന് ഓർക്കും. എന്തിനായി നോക്കുന്നത്? എന്തിനാ നിനക്ക് ഇല തരുന്നു, വെള്ളം വേണോ, കുളിപ്പിക്കുന്നു അല്ലേ, അത്തറ് പൂശുന്നു, ആടിനെ എല്ലാം ചെയ്ത് സുന്ദരമാക്കുന്നു അല്ലെ, ആടിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്നു. അങ്ങനെ വീട്ടിൽ വരുന്ന പോലെ. അത് ബൈബിളിലെ സിസ്റ്റമാണ്, വേറൊരു ടൈപ്പാന്നുള്ളതേ ഉള്ളൂ.
എന്തിനാ മോനെ? നിന്നെ അറക്കാനാ. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ കോഴിക്ക് കൊണ്ടുവന്ന് നമ്മൾ മേടിക്കുന്ന ബ്രോയിലർ കോഴിക്ക് വെള്ളം കൊടുക്കുന്നു, തീറ്റ കൊടുക്കുന്നു, തീറ്റ തീരുമ്പം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, എന്തൊക്കെ കൊടുക്കുന്നു. നിന്നെ വണ്ണം വെപ്പിക്കാൻ. എന്തിനാ വണ്ണം വെപ്പിക്കുന്നേ? അവന് തൂക്കി വിൽക്കാനാ എന്ന് പറയുന്നത് പോലെ കേട്ടോ. എന്ന് ദുഷ്ടന്റെ അടുക്ക ചെന്ന് ഫുഡ് കഴിക്കും ഓർത്തോണം, നിന്നെ നന്നാക്കാനല്ല. അസൂയ ഉള്ളവന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നീ കഴിക്കുമ്പോൾ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചോളാനാ പറഞ്ഞേക്കുന്നത്, കത്തി. പിന്നെ അടുത്തത്, പ്രാർത്ഥിച്ചിട്ടേ ഓരോ ഫുഡും കഴിക്കാവൂ. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു സിസ്റ്റമാക്കി എടുക്കണം. പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാവൂ. ഒരു സ്തോത്രത്തോടെ അല്ലാതെ ഒരു ആഹാരവും നിങ്ങൾ കഴിക്കരുത്. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം പോലും നിങ്ങൾ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ കഴിക്കുമ്പോൾ സ്തോത്രം കൊണ്ടേ കഴിക്കാം. സ്തോത്രത്തോടുകൂടെ മാത്രമേ കഴിക്കാം. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഫുഡാണോ? എന്തോ ചെയ്യണം? സ്തോത്രത്തോടെ കഴിക്കാവൂ. പിതാവ് കൊണ്ടുതരുന്ന ഫുഡാണോ? സ്തോത്രത്തോടെ കഴിക്കാവൂ. നിങ്ങൾ തന്നെ കുക്ക് ചെയ്ത ഫുഡാണോ? സ്തോത്രത്തോടെ കഴിക്കാവൂ. അല്ല അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഹോട്ടലിൽ പോയാലും സ്തോത്രത്തോടെ കഴിക്കത്തുള്ളൂ. എവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യും. ഇന്ന് രാത്രി ഞാൻ ട്രെയിൻ യാത്ര ചെയ്യാം. ഏതെങ്കിലും ഫുഡ് കഴിയും, കർത്താവേ സ്തോത്രം. എൻ്റെ അടുക്ക ഇരിക്കുന്നവനോ മുമ്പേ ഇരിക്കുന്നവനോ അവൻ എന്ത് ചിന്തിക്കുമെന്നുള്ള എൻ്റെ വിഷയമല്ല. അവൻ എന്തും ചിന്തിക്കട്ടെ, ഞാനെന്ത് വേണം? അവൻ എന്തും ചിന്തിക്കട്ടെ. ഹോട്ടലിൽ പോകുമ്പോൾ, ഏത് വലിയ ഹോട്ടലിൽ പോയാലും, സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോഴും, പ്ലെയിനിൽ കയറുമ്പോഴും, എൻ്റെ അടുപ്പം പ്ലെയിനിൽ കയറുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടും. തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. അവൻ എന്ത് വിചാരിക്കുമെന്നോ, എനിക്ക് അവൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടി. അവൻ എന്തും വിചാരിക്കട്ടെ. എൻ്റെ സ്വഭാവം അനുസരിച്ച് നിന്നെ വിചാരിപ്പിക്കുകയോടെ ചെയ്യും. ഞാൻ എക്സ്ട്രാ പ്രാർത്ഥിക്കും. നീ കുറച്ചും കൂടി ഇരുന്ന് വിചാരിക്കാൻ പറയും. പക്ഷേ എന്തുവാണോ ഞാനെന്നുള്ളത് അത് ഞാനായിട്ട് കാണും. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം പ്രാർത്ഥിച്ച് എല്ലാം നമ്മുടെ പരിജ്ഞാനത്തിൽ പോകണം കേട്ടോ. പ്രാർത്ഥിച്ചിട്ടേ ഫുഡ് കഴിക്കാവൂ. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നീ അവനെ നനച്ചുകൊള്ളാനാ. ഫുഡ് കഴിക്കുക മാത്രമല്ല, നിനക്കൊരു വസ്ത്രം കിട്ടുമ്പം, കർത്താവേ എനിക്ക് ഈ വസ്ത്രം തന്നതിനായി സ്തോത്രം. ഒരു ടവല് കിട്ടുമ്പം, ദൈവമേ എനിക്ക് ടവല് തന്നതിനായി സ്തോത്രം. ഒരു സോക്സ് കിട്ടുമ്പം, ദൈവമേ എനിക്ക് ഈ സോക്സ് തന്നതിനായി സ്തോത്രം. ജീവിതത്തിൽ എന്ത് കിട്ടുമ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുക. ദ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് എന്തുവാണെന്നറിയാമോ? ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് അല്ലേ? മനസ്സിലായോ? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളൊരു ഹൃദയമാണ് ഏറ്റവും വലിയ നല്ല സ്വഭാവം. നിങ്ങളുടെ ലൈഫിൽ ഫുഡ് കഴിക്കുമ്പോൾ ഓർക്കുക കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ ഓർക്കുക. അടുത്തത്, റിലേഷൻഷിപ്പിൽ കൂടെ, ഫ്രണ്ട്സിൽ കൂടെ വന്നത്. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെല്ലാം DP പഠിപ്പിക്കേണ്ടതാണ്. റിലേഷൻഷിപ്പിൽ കൂടെ വന്നത്, ഡിസൊബീഡിയൻസ്, പേരൻസിനെയോ എൽഡേഴ്സിനെയോ അതോറിറ്റീസിനെയോ ഡിസ്ഒബീഡിയൻസ് അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ബൈബിളിലെ ഒരു വാക്യമാണ്, എടാ രാജാവ് വാള് വഹിക്കുന്നത് നീ സൂക്ഷിച്ചോളാൻ. രാജാവ് വാള് വഹിക്കുന്നത് നീ സൂക്ഷിക്കണം. അവൻ അതോറിറ്റിയിൽ ഞാൻ അവനെ കൊണ്ടു നിർത്തിയേക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ഒരിക്കലും ക്രിസ്ത്യൻ അനുകൂലമല്ല, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ക്രിസ്ത്യൻ അനുകൂലമല്ല. പക്ഷേ ഈ പ്രധാനമന്ത്രിയെ ഇരുത്തിയത് ബൈബിൾ പഠിപ്പിക്കുന്നു, സകല അധികാരം ആരിൽ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവമാക്കാതെ ഒരധികാരവും വരുന്നില്ല. അതിനർത്ഥം അദ്ദേഹം പറയുന്നത് കേൾക്കാതിരിക്കണമെന്നല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടിരിക്കണം. നമ്മുടെ ഈ ദേശത്തിന്റെ CM പക്ഷെ ബൈബിളിന് വിരുദ്ധമായ പറയുന്നതെങ്കിൽ അത് കേൾക്കണ്ട. കാരണം നമുക്കൊരു മോറൽ വാല്യൂ ഉണ്ട്, ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ? ഇന്നത്തെ കാലത്ത് ലെസ്ബിയനും ഗേയും ഇങ്ങനെയുള്ള ഒത്തിരി സിസ്റ്റം വരിക. അതെല്ലാം നിങ്ങൾ ആചരിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. നിന്റെ മോറൽ വാല്യൂ ഉണ്ട് നിനക്ക്. ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധ പ്രമാണമുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോ എത്തിക്സ് ഉണ്ട് കേട്ടോ. ഓരോ വ്യക്തികൾക്കും കുടുംബത്തിന് ഓരോ എത്തിക്സ് ഉണ്ട്. നമ്മൾക്ക് പറയും, നമ്മളതിന് സംസ്കാരം എന്ന് പറയും. ഈ കുടുംബത്തിലെ ചെറുക്കനെ കണ്ട് ഇവനൊരു സംസ്കാരമില്ലാത്ത കുടുംബത്തിൽ ജനിച്ചാന്ന് പറയും. സംസ്കാരമില്ലാത്ത കുടുംബത്തിൽ ജനിച്ചത്, അടിസ്ഥാനമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച, അല്ലെങ്കിൽ പറയാം ആ വ്യക്തിക്ക് അവനൊരു ബേസിക് എത്തിക്സ് ഉള്ളവന്. ഞാനിത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ഒരാളുടെ ചിന്ത ഓടി വരിക. ബേസിക് എത്തിക്സ് എന്ന് പറയും.
കാരണം അവൻ്റെ ലൈഫ് അങ്ങനെ, എനിക്കറിയാം. അവൻ്റെ ലൈഫ് പാസ്റ്ററൊന്നുമല്ല, പക്ഷെ നല്ലൊരു ദൈവവചന. അവൻ്റെ ബേസിക് എത്തിക്സ് ഉണ്ട്. അവൻ വർക്ക് ചെയ്യാൻ വരും. ഞാൻ അവൻ്റെ കൂടെ വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്. എവറി ഡേ ആൻറ്റി, എവറി ഡേ വന്നു. മൊബൈലും അല്ല കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതിന് മുമ്പേ അവിടെ വരും. അവൻ്റെ ടേബിളെല്ലാം ക്ലീൻ ചെയ്യും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബൈബിൾ എടുക്കും. ജോലിക്ക് വന്നാൽ ബൈബിൾ എടുക്കും, വായിക്കും, ഒരധ്യായം വായിക്കും, പ്രാർത്ഥിക്കും. എന്നിട്ട് അവൻ്റെ കമ്പ്യൂട്ടർ അവൻ ഓൺ ചെയ്ത് വർക്ക് തുടങ്ങും. അവൻ രാത്രി എക്സ്ട്രാ. അതുകൊണ്ട് എന്താ, അവൻ്റെ ലൈഫിൽ തമ്പുരാൻ അവന് ഉയർത്തി. അവൻ വണ്ടി ഓടിക്കുമ്പോഴും എവറിത്തിങ് അവനെക്കുറിച്ച് എത്തിക്സ് എന്ന് പറയുമ്പോഴേ എനിക്ക് അവൻ്റെ മോഹം ഓർമ്മ വരുന്നു. ഒരു ബേസിക് എത്തിക്സ്, ഒരു നല്ലൊരു എത്തിക്സ് ഉള്ളവനാണ്. ചില വ്യക്തികൾക്ക് ഒരു എത്തിക്സ്, ചില വ്യക്തികൾക്ക് ഒരു എത്തിക്സും ഇല്ല, ഒരു എത്തിക്സും ഇല്ല. അങ്ങനെ പോകുന്നു. ഒരു ബേസിക് എത്തിക്സിനകത്ത് എന്തുവാ, പേരൻസിനെ, എൽഡേഴ്സിനെ, അതോറിറ്റീസിനെ അനുസരണക്കേട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് അവരോടും പോയി ക്ഷമ പറയണം. ആ വാതിൽ, അങ്ങനെ വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ആ വാതിലുകൾ അടയ്ക്കണം. ഇമോഷൻസ് വഴി, നമ്മുടെ തെറ്റായ ഇമോഷൻസ് വഴി, ഇമാജിനേഷൻസ് വഴി, നമ്മുടെ ഡ്രീംസ് വഴി. ഡ്രീംസ് ഒരു ഡോറ. ഇത് ഞാൻ പിന്നീട് പഠിപ്പിക്കാം. ഡ്രീംസ് എന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ഉറങ്ങാൻ കിടന്നു. എപ്പോഴാണ് സ്വപ്നം കിട്ടുന്നത്? ഉറങ്ങുമ്പോഴല്ലേ. ഉറങ്ങുമ്പോഴേ. പണ്ടൊരാൾ പറഞ്ഞു, ക്ലിയർ ആയിട്ട് സ്വപ്നം കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു, ഒരു കണ്ണാടി വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങിയാൽ മതി പറഞ്ഞു. ക്ലിയർ ആയിട്ട് സ്വപ്നം കാണാമെന്ന് പറഞ്ഞു. കണ്ണാടി വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങിയാൽ മതി, ക്ലിയർ ആയിട്ട് സ്വപ്നം കാണാം. സ്വപ്നം കാണുമ്പം നമ്മൾ ഉറങ്ങാം, സ്വപ്നം കാണുക. പലർക്കും ഡിവൈൻ ഡ്രീംസ് ഓപ്പൺ ആയി കിടക്കുന്നത്, അത് അവരുടെ മീതെ കിടക്കുന്ന ഒരു ബ്ലെസ്സിങ് മിനിസ്ട്രിയുമാണ്. അവരെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഒരു ഓഫീസാണ്. ഡിവൈൻ ഡ്രീംസാണ്. മറ്റ് ചിലരുടെ ഡ്രീംസ് മൊത്തം നെഗറ്റീവാണ്. നെഗറ്റീവ് എന്തുവാ? ആ ഡ്രീംസിന്റെ ഡോർ ഓപ്പണാണ്. ചിലർക്ക് സൈക്കോളജിക്കലി ഡ്രീംസ് വരും, എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള ഡ്രീംസ് ഓപ്പൺ ആവും. കർത്താവേ, സ്വപ്നം കണ്ടു, എഴുന്നേറ്റു, എങ്ങനെ അടയ്ക്കാൻ പറ്റും? മനസ്സിലാകുന്നുണ്ടോ? സ്വപ്നത്തിലെ ഡോറ് നിനക്ക് അടയ്ക്കാൻ പറ്റും കേട്ടോ. സ്വപ്നത്തിൽ കാണുന്ന ഡോറ് നിനക്ക് അടയ്ക്കാൻ പറ്റും. സുബോധത്തിൽ ഇരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. അതിൻ്റെ നിയമം അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പം കർത്താവേ എനിക്ക് ഈ സ്വപ്നം വേണ്ട, എനിക്ക് അടയ്ക്കാൻ പറ്റും, ഒന്നും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് പാമ്പ് ഓടി വരുന്നു, ആ വാതിൽ അടയ്ക്കണം. ആന ഓടി വരുന്നു, ആ വാതിൽ അടയ്ക്കണം. പുലി എല്ലാം പറ്റത്തില്ല. സ്വപ്നം കണ്ട് പേടിച്ചു. അവസാനം ഞാൻ കണ്ടിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ട് ആൾക്കാർ എഴുന്നേറ്റ് വോമിറ്റ് ചെയ്യുന്നു. കണ്ടിട്ടുണ്ട്. സ്വപ്നം കണ്ടിട്ട് രാത്രി ഞാൻ കണ്ടോണ്ട് കിടക്കുക. ഞാൻ പണ്ട് ബാച്ചിലറായിട്ട് പിള്ളേരോട് താമസിക്കുമ്പോൾ അവൻ സ്വപ്നം കാണുക. ശബ്ദം കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ അവൻ്റെ മുറിച്ച് നോക്കുമ്പോൾ ഇവന് ആനെ എന്നെ കുത്തല്ലാനെ, മാറാനെ, കുത്തല്ലാനെ, ഇവൻ കട്ടിലെ കിടന്ന് ഉരുള. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. ഇവൻ മാറാനെ, കുത്തല്ലാനെ, പുറകോട്ട് പോവാനെ, ഇടത്താനെ എന്ന് ഇവന് ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ പറയാം, മാറാനെ, കുത്തല്ലാനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവൻ കട്ടിലെ കിടന്ന് ഉരുളുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ കൂളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് സുബോധം വന്നു, അവിടെ ഒരു ഫ്ലവർ കേസ് ഇരിപ്പുണ്ട്. ഇവന് അതിനെ എടുത്ത് ആനക്കെറിഞ്ഞ് എനിക്ക് കൊള്ളൂ എന്ന് ഓർത്തോണ്ട് ഞാൻ മാറി എന്ന് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ മാറാനെ, കുത്തല്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചാടി എടുത്തിട്ട് ഇവൻ്റെ കൈ പോയി ഭിത്തിയിലടിച്ചു. അന്നേരം നൊന്തത് എഴുന്നേറ്റ് ഇങ്ങനെ അണച്ചു നോക്കി. ഞാനിവിടെ ഒന്ന് ഞാൻ പേര് പറയുന്നില്ല, എന്തോ പറ്റി ബ്രദറെ ചോദിച്ചു. അവൻ എന്നെ ഒന്ന് ഇങ്ങനെ നോക്കി ഇതൊന്ന് അണയ്ക്കുക. ഡോർ അങ്ങോട്ട് തുറന്നു, റോഡിലോട്ട് പോയി വോമിറ്റ് ചെയ്തു. സ്പിരിച്വൽ ഡോറ് സ്വപ്നങ്ങളിൽ കിടക്കുമ്പം അതിനു മുമ്പേ അടയ്ക്കാൻ പറ്റും. ഞാൻ സ്വപ്നങ്ങളെക്കുറിച്ച് എടുത്ത ക്ലാസ്സുകൾ കിടപ്പുണ്ട്, അതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അടയ്ക്കാൻ പറ്റും. ആരുതാത്ത ഒരു സ്വപ്നവും നിന്റെ മീതെ വരത്തില്ല. ഡിവൈൻ ഡ്രീംസ്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മീതെ വരട്ടെ കേട്ടോ. അതൊരു ഡോറാ, അത് അടയ്ക്കണം. ഇനി സ്വപ്നങ്ങളുടെ ക്ലാസ് ഭയങ്കര കേട്ടോ. സ്വപ്നം കണ്ടാൽ വികാരങ്ങൾ ചേഞ്ച് ആവും. നെബൂഖദ്നേസർ രാജാവ് പരവേശനായി തീർന്നതാണ്. പുള്ളി രാവിലെ സ്വപ്നം കണ്ട് എഴുന്നേറ്റു. പുള്ളിക്ക് പരവേശം അന്നത്തെ രാത്രി മൊത്തം, അന്നത്തെ പകല് മൊത്തം.
സ്വപ്നം കണ്ടു, നെഗറ്റീവ് ഇമോഷൻ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകും. സ്വപ്നം കണ്ടു, ഫിയർ വന്നു. സ്വപ്നം കണ്ടു, എല്ലാവരെയും സംശയമാണ്. സ്വപ്നം കണ്ടു, എല്ലാവരോടും ദേഷ്യമാണ്. നെഗറ്റീവ് ഇമോഷൻ നിന്റെ ശരീരത്തിലേക്ക് ഇത് ചെയ്തു. ശലോമോന് സ്വപ്നത്തിലാ ദൈവം ജ്ഞാനം കൊടുത്തേ, സ്വപ്നത്തിലാ ദൈവം സമ്പത്ത് കൊടുത്തേ. അത് വെളിപ്പെട്ടു. ആണോ? ഗിബയോനിൽ വെച്ച് അല്ലേ, സ്വപ്നത്തിൽ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കർത്താവേ എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തന്നാൽ മതി. ജ്ഞാനമുള്ളൊരു ഹൃദയം. നിങ്ങൾ ആ വീടൊക്കെ പഠിക്കണം. ശലോമോൻ വളർന്നത് കൊട്ടാരത്തിലാണ്. ശലോമോൻ വളർന്നത് ദാവീദിന്റെ കൊട്ടാരത്തിലുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് പുരോഹിതൻ സാദോക്കായിരുന്നു. അന്നത്തെ കാലത്തുള്ള പുരോഹിതൻ സാദോക്കായിരുന്നു. സാദോക്ക് പുരോഹിതനാണ് ഇദ്ദേഹത്തെ കുറെ കാര്യങ്ങൾ അഭ്യസിപ്പിച്ച് കാണും. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ലേവ്യർ ഇവനെ വചന ന്യായപ്രമാണം പഠിപ്പിച്ചു കാണും. അപ്പനും അമ്മയും പഠിപ്പിച്ചു കാണും. കൂടാതെ ലേവ്യര്, റബിമാർ, ഏറ്റവും ബെസ്റ്റ് റബിമാർ രാജ്യത്തുള്ളത് ജ്ഞാനം പറഞ്ഞു കൊടുത്തു. ഏറ്റവും ബെസ്റ്റ് സ്കൂളിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ബെസ്റ്റ് ആള് ശലോമോനെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല മിലിറ്ററിയുടെ ട്രെയിനർ ശലോമോനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഏറ്റവും നല്ല സിസ്റ്റം എല്ലാം ആർക്ക് കിട്ടി? പറഞ്ഞോ? ഇതെല്ലാ കഴിവുണ്ടായ ശലോമോൻ എന്തിനാ ദൈവത്തിന്റെ ജ്ഞാനം ചോദിച്ചേ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പുരോഹിതൻ, ഏറ്റവും ബെസ്റ്റ് പുരോഹിതൻ, ഏറ്റവും ബെസ്റ്റ് ലേവ്യൻ. ദാവീദും ബത്ശേബയും ഏറ്റവും നല്ല അപ്പനും അമ്മയും പഠിപ്പിച്ചു. അടുത്തത് ഏറ്റവും നല്ല സയൻസ് കിട്ടി കാണുമോ? അതോ ഗവൺമെന്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് കാണുമോ? അതോ കൊട്ടാരത്തിലുള്ള റോയൽ ആൾക്കാർ വരെ പഠിപ്പിച്ച് കാണുമോ? മ്യൂസിക് നിപുണന്മാരായിരുന്നു ദാവീദിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ബെസ്റ്റ് മ്യൂസിഷ്യൻസ് ആയിരിക്കും ആരെ പഠിപ്പിച്ചത്? ശലോമോന്. ഇതെല്ലാം ഉണ്ടായിട്ട് രാജാവായപ്പം താൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, കർത്താവേ ഞാനോ എടാ നിന്നെ പഠിപ്പിച്ചതാരാ? നീ IIT ഇറങ്ങിയതാ. ഞാൻ പറയുന്നത് കേൾക്കുന്നോ? നിന്നെ IIT ഇറങ്ങി വന്നതാ. നീ IAS കഴിഞ്ഞതാ. നീ അല്ലെങ്കിൽ ഭയങ്കര ഇന്ന് ഇന്ത്യയെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല കോളേജിൽ നീ പഠിച്ചിട്ട് ഇറങ്ങിയതാ. ശലോമോൻ അതിനെക്കാട്ടിലും വലിയ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങിയതാ. എന്നിട്ടും ദൈവം പറയുക, ഈ ജനത്തെ ഭരിക്കാൻ ഞാൻ നിനക്ക് രാജ്യത്വം തന്നു, നിനക്ക് എന്തു വേണം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. എന്തോ ചോദിച്ചേ? കർത്താവേ ഈ ജനത്തെ ഭരിക്കാൻ എനിക്ക് ജ്ഞാനവും വിവേകവും ഒരു ഹൃദയം നൽകണേ. എന്താ മോനെ, നിന്നെ പഠിപ്പിച്ച ടീച്ചറിന് കുഴപ്പമായിരുന്നോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ടീച്ചർ ക്വാളിറ്റി ഉള്ളായിരുന്നോ? അല്ല. ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിവേകവും പരിജ്ഞാനവും തരുന്നത് ദൈവമാണ്. ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും വകതിരിവും തരുന്നത് ആരാ? ദൈവമാണ്. ആ സുബോധം ആർക്കുണ്ടായിരുന്നു? ശലോമോനുണ്ടായിരുന്നു. ബുക്കിനകത്ത് ഇൻഫർമേഷൻ ഒത്തിരി പേർക്ക് അറിയാം. ബൈബിളിലെ കാണാതെ പഠിച്ച ഇൻഫർമേഷൻ ഒത്തിരി പേർക്ക് അറിയാം. യുദ്ധത്തിന്റെ ഇൻഫർമേഷൻ, കെമിസ്ട്രി അറിയാം, കണക്കറിയാം. മോനെ ഇതൊക്കെ നിനക്ക് ഇൻഫർമേഷനാണ്, അറിവാ. ഇതും കൊണ്ടൊക്കെ നിനക്ക് സർവൈവ് ചെയ്ത് പോവാം. ഒത്തിരി പേർക്ക് അറിവില്ലാതിരിക്കും, അതെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ ഇതിന്റെ മീതെയുള്ള മറ്റൊരു കാര്യമുണ്ട്, വകതിരിവ്, പരിജ്ഞാനം. അടുത്തത് വിവേകം, ജ്ഞാനസമ്പൂർണത. കണ്ടേ, ജ്ഞാനം ഭൂമിയിൽ നിന്ന് കിട്ടാം, പക്ഷെ ജ്ഞാനം. നരച്ചവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം. അതൊരു ജ്ഞാനം, ഒരു പരിജ്ഞാനോ, ഒരു വിവേകമാണ് എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാ 2 സ്ത്രീകൾ വന്നു ഒരു കുഞ്ഞിനെയും കൊണ്ട്. നിങ്ങൾ ആ കഥ ഓർക്കുന്നുണ്ടോ? കഥ കൊണ്ടുവന്നപ്പം ഒരു സ്ത്രീ പറഞ്ഞ അത് എൻ്റെ കുഞ്ഞാണ്, മറ്റേ സ്ത്രീ പറഞ്ഞ അല്ല അത് എൻ്റെ കുഞ്ഞാണ്. 2 പേരും ഒരേ കുഞ്ഞിന് വേണ്ടി കിടന്ന് അവകാശം പറയുമ്പോൾ ശലോമോൻ എന്തോ ചെയ്തേ? ഒന്നും ചെയ്തില്ല. പടയാളിയോട് പറഞ്ഞു വാൾ കൊണ്ടുവരാൻ പറഞ്ഞു. 2 പേരും പറയുന്നുണ്ട് ഈ കൊച്ചിനെ മുറിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇത് പിന്നെ ആലോചിച്ചില്ല, ഇത് എന്തോ വേണം, ഒന്നും ചോദിച്ചില്ല. നിമിഷ നേരം കൊണ്ടാ അല്ലേ? ചിലർക്ക് ബുദ്ധി നിമിഷ നേരം കൊണ്ട് വരും, ചിലർക്ക് 7 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ചിലർക്ക് ബുദ്ധി സ്പോണ്ടേനിയസാ. ചിലർക്ക് 7 ദിവസം കഴിഞ്ഞിട്ടേ ബുദ്ധി വരത്തുള്ളൂ. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ അടി കിട്ടി, എവിടെയോ അടി കിട്ടി, ഒരാൾക്ക് ഒരു അടി കിട്ടി. 7 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ചോദിക്കുക എവിടെ ഇടി വെട്ടിയെന്ന്. 7 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കുക എവിടെയാ? ഇടി വെട്ടിയതല്ല. ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖകരമായിട്ടുള്ളതല്ല. ആരോ ഒരാൾ
ഞാൻ അവരെ കുറച്ച് കളയി പറയുകയല്ല. ഒരാൾ വെടിക്കെട്ട് കാണാൻ പോയി. പുള്ളിക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. പുള്ളി വെടിക്കെട്ട് കാണാൻ പോയി. പുള്ളി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, എടാ നീ വെടിക്കെട്ട് കാണാൻ കണ്ടു? ഭയങ്കര ലൈറ്റായിരുന്നു പറഞ്ഞു. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റല്ല, പുള്ളിയുടെ ചെവി കേൾക്കത്തില്ലായിരുന്നു. നമ്മളിതുപോലെ ശലോമോൻ പറഞ്ഞില്ല, പിന്നെ എന്ത് ചെയ്യണം, ഞാൻ ബുക്കൊന്നും നോക്കിയിട്ട് എന്നൊന്നും പറഞ്ഞില്ല. ഒരു വാൾ കൊണ്ടുവരാൻ പറഞ്ഞു. വാൾ കൊണ്ടുവന്നു. കൊച്ചിനെ വെട്ടാൻ പോകുന്നു. അപ്പോഴത്തേക്കിന് കൊച്ചിൻ്റെ ഒറിജിനൽ അമ്മ കൊച്ചിൻ്റെ മീതെ വീണ് കാണും. അയ്യോ ഈ കൊച്ചിനെ കൊല്ലല്ലേ, അവക്ക് കൊടുത്തു. ശലോമോൻ പറഞ്ഞു, ഇത് ഒറിജിനൽ അമ്മ അവളല്ല, ഒറിജിനൽ അമ്മ നീയാ. സ്പോണ്ടേനിയസാ. സ്പോണ്ടേനിയസാ. നമ്മുടെ ബുദ്ധി സ്വർഗീയ ജ്ഞാനം തന്നാൽ നമ്മുടെ ബുദ്ധിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തീരുമാനിക്കണം, കർത്താവ് എനിക്ക് ദൈവം ജ്ഞാനം തന്നാൽ അത് തിരുനാമ മഹത്വത്തിനും ഏറ്റവും കൂടുതൽ ഹമ്പിളാകാനും, അത് മറ്റുള്ള ഒരാൾക്ക് വാളാക്കാനല്ല കേട്ടോ. ചിലർക്ക് ദൈവം ഭയങ്കര കഴിവ് കൊടുക്കും. ഇവൻ ഈ കഴിവ് അല്പം കൊടുക്കും. ആ കൊടുത്തു കഴിയുമ്പോൾ അറിയാം ഇവനത് സഹോദരൻ്റെ പെടലിക്ക് കൊണ്ടുവെക്കും, സഹോദരൻ്റെ കഴുത്തിന് കൊണ്ടുവെക്കും. കാരണം പുള്ളിയുടെ അറിവ് കൊണ്ട് മറ്റുള്ള എല്ലാത്തിനെയും ഓടിച്ചു വിടും, തകർത്ത് കളയും. പക്ഷെ ഇതല്ല. നിനക്ക് അറിവും കഴിവും പവറും പൊസിഷനും പണവും തരുന്നത് എന്തിനാ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണ്, ദൈവരാജ്യം പണിയപ്പെടാനാ. നിന്റെ കഴിവ് കൊണ്ട് നീ അത് ചെയ്യാമോ, അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവം അതിനെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. മറ്റു ചിലർക്ക് കഴിവ് കിട്ടുന്നത് എന്തിനാ? ചിലരെ തൂക്കിക്കൊല്ലാനാണ്, അല്ലേ? കഴിവ് തരുന്നത് എന്തിനാ? പാവപ്പെട്ടവനെ ഉപദ്രവിക്കാനാണ്. അല്ല, നിനക്ക് അതിനല്ല കഴിവ്. ദൈവം നിനക്ക് കഴിവ് തരുന്നത് താഴ്മയോടെ മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യേണ്ടതിനും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ബിൽഡ് ചെയ്യേണ്ടതിനും. നോക്കിയേ, ഇമോഷൻസ്, ഇമാജിനേഷൻസ്, ഇതൊക്കെ അടയ്ക്കണം. ക്ലെൻസ് ആകണം കേട്ടോ. ഈ ഏരിയ ഒക്കെ ക്ലെൻസ് ആയേ പറ്റത്തുള്ളൂ. പലരുടെയും ലൈഫിൽ പറ്റുന്ന പ്രശ്നമാണ്. ഒരാളുടെ ഒത്തിരി പേരുടെ ലൈഫിൽ ഇമോഷൻസ് കലങ്ങിക്കിടക്കുക. ഞങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിനകത്ത് ഞങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ ഇമോഷൻസ് കലങ്ങിക്കിടക്കുക. 15 വർഷം മുമ്പേ ഉള്ള ഇമോഷൻസ് ഇപ്പോഴും അകത്തോടെ കിടപ്പുണ്ട്. 20 വർഷം മുമ്പേ ഉള്ള ഇമോഷൻസ് കിടപ്പുണ്ട്. ഇതെങ്ങനെ സബ്സിഡൈസ് ആയി കിടക്കുക. പക്ഷെ ഒന്ന് ചൂടടിക്കണം, ഇതെല്ലാം കടന്നു വരും, തിളച്ച് മാറി. അങ്ങ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരുന്ന ലാംഗ്വേജ് ഒക്കെ വേറെ ആയിരിക്കും, പല രീതികളിലായിരിക്കും. വർഷങ്ങൾക്ക് പുറകെ കിടക്കുന്നത് അത് ക്ലെൻസ് ആകണം. അതിനെല്ലാം അടിഞ്ഞു കൂടി കിടക്കുന്ന എല്ലാ അഴുക്കുകളെയും, നിങ്ങളെ നാറ്റം ഭമിപ്പിക്കുന്ന എല്ലാത്തിനെയും എടുത്തു കളഞ്ഞിട്ട് യു ഹാവ് ടു പ്രൊഡ്യൂസ് ഗുഡ് തിങ്സ്. നന്മ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ. ഓൾ ഹിഡൻ പ്രോബ്ലംസ് ഡോറുകൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോർ അടയപ്പെടട്ടെ. നിങ്ങൾ തല ഉയർത്തി ജീവിക്കും. ദൈവസഭ, ദൈവമക്കൾ തല ഉയർത്തി ജീവിക്കണം. അതിനുവേണ്ടി നീ ഹാർഡ് വർക്ക് ചെയ്യണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തുറക്കപ്പെട്ട വാതിലുകൾ അടയ്ക്കണമേ. തന്നെ വാതിൽ അടയത്തില്ല. യു ഹാവ് ടു ബിൽഡ് ഇറ്റ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആയിരുന്നു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല പ്രോബ്ലംസും ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പോയി കഴിക്കുമായിരുന്നു, അറിയത്തില്ല. പിന്നെ ഞാൻ മനസ്സിലായി, എടാ ചിലർ ഈ അറക്കാൻ വേണ്ടിയാ, നമ്മളെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഫുഡ് മേടിച്ചു തരുന്നത്. നമ്മുടെ മീതെ കിടക്കുന്ന അനോയിൻറ്റിങ്ങിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡ് മേടിച്ചു തരുന്നത്. കാരണം അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അവർക്ക്. ഇപ്പോൾ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾക്ക് ഫുഡ് തരും, എന്നിട്ട് അവിടെ കിടത്തും. കാരണം ആ വീട്ടിലെ പിശാചുക്കൾ അന്നേരം ഇറങ്ങിപ്പോവും. ഞങ്ങളുടെ മീതെ കിടക്കുന്ന അനോയിൻറ്റിങ് കൊണ്ട്. പിന്നെ തിരിച്ചറിയുന്നത്, എടാ ഇവർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുക. ഒത്തിരി ടൈപ്പിലുണ്ടായിരുന്നു കേട്ടോ. ചിലരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ വിളിച്ച് ഫുഡൊക്കെ തരും. അവരെന്തോ കാര്യം വരുന്നുണ്ട് പുറകാലെ. ഫുഡെല്ലാം കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഡൈജസ്റ്റ് ആയി കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങൾ വരുന്നുണ്ട് പുറകാലെ. തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. ദൈവമക്കൾ പരിജ്ഞാനത്തോടു കൂടി ജീവിക്കണം, വെളിച്ചത്തിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം കേട്ടോ. നമ്മുടെ ലൈഫിൽ ഞാൻ പലപ്പോഴും ഓർക്കുമോ, റിലേഷൻഷിപ്പ്, എൻ്റെ കുറച്ച് കൂട്ടുകെട്ടിനകത്ത് ഞാൻ പെട്ടുപോയായിരുന്നു. ആ കൂട്ടുകെട്ടിൻ്റെ അകത്ത് പെട്ടത് നിമിത്തം പല ക്യാരക്ടറുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിടും. പിന്നീട് എല്ലാം തിരിച്ചറിഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്യും.
അനാവശ്യ കൂട്ടുകെട്ട് വേണ്ട. ചിലയിടത്ത് അവരെല്ലാം കൂടി എൻജോയ് ചെയ്യാൻ പോകുമ്പോഴും, ടൂറിന് പോകുമ്പോഴും, ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും നോ, എനിക്ക് അതിനകത്തുള്ള കോൺവെർസേഷൻ വേണ്ട. റിഫ്രെയിൻ ഫ്രം ദാറ്റ് തിങ്. നീ അതിൽ നിന്ന് മാറി നിൽക്കും. ദൈവം നിന്നെ ഓണർ ചെയ്യും. പക്ഷെ അബദ്ധത്തിൽ പോയിട്ടുണ്ട് അല്ലേ? ഓരോ തെറ്റായ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇതിനെല്ലാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അതിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇനി വാതിൽ തുറന്നിട്ട് ജീവിക്കല്ലേ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ വാതിൽ തുറന്നിട്ട് നിങ്ങൾ ജീവിക്കുമോ? രാത്രി കിടന്ന് ഉറങ്ങുമ്പം നിങ്ങളുടെ വാതിലെല്ലാം തുറന്നിട്ട് ജീവിക്കുമോ? രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ വാതിൽ അടച്ചിട്ടാണോ കിടക്കുന്നത്? അല്ലേ? ഡോർ അടയ്ക്കും അല്ലേ? എല്ലാം അടച്ച് സൂക്ഷിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഡോർ തുറന്നിട്ട് ജീവിക്കത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ഫിസിക്കലി വീടിന്റെ വാതിൽ അടച്ചിട്ടാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത്. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൻ്റെയോ? നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൻ്റെയോ? വാതിൽ അടച്ചിട്ടാണോ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത്? പക്ഷെ പലപ്പോഴും ദൈവം നിങ്ങൾക്ക് സ്വപ്നം തന്നു കാണും. ഇവിടെ സ്വപ്നങ്ങൾ ഭയങ്കര വിഷയമാണ്. സ്വപ്നം തന്നു കാണും. കിടന്നുറങ്ങുമ്പം എൻ്റെ വീടിനടുക്കലേക്ക് ആന വരുന്നു, എൻ്റെ വീടിനകത്തേക്ക് കള്ളം വരുന്നു, എന്തോ ഞാൻ എൻ്റെ നാട്ടിലെ കുടുംബ വീട്ടിൽ നിൽക്കുന്നു, അല്ലെ നിങ്ങളുടെ പാരമ്പര്യ വീട്ടിൽ നിൽക്കുന്നു, എൻ്റെ വാതിൽ പൊളിഞ്ഞു കിടക്കുന്നു, വാതിൽ തുറന്നു കിടക്കുന്നു, ഭിത്തി ഇടിഞ്ഞു കിടക്കുന്നു, ജനൽ പോയി കിടക്കുന്നു, അതുവഴി ഏതാണ്ടൊക്കെ കയറി വരുന്നു, ഇരുട്ട് കയറി വരുന്നു. നമ്മളെന്തോ എടുക്കും? കണ്ണു തുറന്നപ്പോൾ ഞാൻ വേറെ വീട്ടിലെ ബാംഗ്ലൂരിലാണ്. ഞാൻ എൻ്റെ രീതിയിലങ്ങ് പറയാം കേട്ടോ. ഇവിടുത്തെ വീടെല്ലാം അടച്ചേക്കുവാണല്ലോ, ജനലെല്ലാം അടച്ചേക്കുവാണല്ലോ. പിന്നെന്തോ സ്വപ്നം കണ്ടേ? ഒരുപക്ഷെ പൊട്ട സ്വപ്നമായിരിക്കും. പിന്നെ നമ്മൾ ഒരു ഉഴപ്പം പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും. കർത്താവ് 1 2 പ്രാവശ്യം സംസാരിക്കും. 1 2 പ്രാവശ്യം സംസാരിക്കും. പിന്നീട് സംസാരിക്കത്തില്ല. അനുസരിക്കുന്നവനോടെ ദൈവം ബാക്കി പറയത്തുള്ളൂ. നിങ്ങളത് എഴുതി വെച്ചോണം. അനുസരിക്കുന്നവനോടെ ഒറ്റ പ്രാവശ്യത്തെ വാക്കുകൊണ്ട് തിരിച്ചറിഞ്ഞ് അനുസരിച്ചോണം. ഒത്തിരി പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം മിണ്ടാതിരിക്കും. എന്തുകൊണ്ടാണ് പലരോടും ദൈവം മിണ്ടാതിരിക്കുന്ന അറിയാമോ? ദൈവം 1 2 പ്രാവശ്യം അരുളി ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ അനുസരിക്കാതിരുന്നത് കൊണ്ട് പിന്നീട് അതിന് മറുപടിയില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയത്തില്ല. കർത്താവ് ആദ്യം ഇത് അനുസരിച്ചിട്ടു. പിന്നെ കരുണയിൽ കൃപയിൽ കർത്താവ് പലതും പറഞ്ഞേക്കും. കാരണം നീ മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന്, ആഴമായ മാനസാന്തരത്തിൽ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കും കേട്ടോ. വാതിൽ തുറന്നിട്ടു എന്ന് കാണിക്കുമ്പോൾ എന്തു ചെയ്യണം? നിങ്ങളെ തിരിച്ചറിയണം, എന്തുവാ നിങ്ങൾ സ്വപ്നം ദൈവം തന്നെ. എന്നിട്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന സ്വപ്നത്തിൽ കൂടെ എനിക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ഫിസിക്കൽ വീടിൻ്റെ ഡോറിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ഡോർ തുറന്നിട്ടേക്കുന്നല്ല. എവിടുത്തെ ഡോർ തുറന്നിട്ടേക്കുന്ന? എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വേലി പൊളിഞ്ഞു. പ്രാർത്ഥിക്കാണ്ടിരിക്കണം, എഴുതി വെക്കണം. കർത്താവേ, ഇതെങ്ങനെയാ പൊളിഞ്ഞത്? പാരമ്പര്യമായിട്ട് പൊളിഞ്ഞതാണോ? ഞാൻ പൊളിച്ചതാണോ? അത് എൻ്റെ പാർട്ട്ണർ പൊളിച്ചതാണോ? എങ്ങനെ ഇത് പൊളിഞ്ഞു? ആരാ അതോറിറ്റി ആയിട്ടുണ്ടായിരുന്നത്? ഈ വീട്ടിലുണ്ടായിരുന്നത് പൊളിച്ചു കൊടുത്ത്. നാട്ടുകാരെ വന്ന് പൊളിക്കത്തില്ല. ആരോ വീട്ടിലുണ്ടായിരുന്നവർ അതോറിറ്റി ആയിട്ടുള്ള പൊളിച്ചു. കർത്താവോട് ചോദിക്കണം, കർത്താവ് പറഞ്ഞു തരും. കർത്താവ് പറഞ്ഞു തരുമ്പോൾ നീ ക്ഷമ ചോദിക്കണം, ഏറ്റു പറയണം, ക്ഷമ പറയണം, ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറയണം. ബിൽഡ് ചെയ്യാൻ വചനത്താലും നിന്റെ സാക്ഷിയാലും നിന്റെ മീതെ ദൈവം പകരുന്ന വചന വെളിപ്പാടാലും ബിൽഡ് ചെയ്യണം. കർത്താവിനോട് ഏറ്റു പറയണം, കൺഫസ് ചെയ്യണം, ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്യാമെങ്കിൽ ആ വാതിൽ അടഞ്ഞു. നിനക്ക് സേഫായിട്ടിരിക്കാം. നിന്റെ നന്മ സേഫാ, നിന്റെ കുഞ്ഞുങ്ങൾ സേഫാ, നിന്റെ സമ്പത്ത് സേഫാ, നിന്റെ വസ്തുവകൾ സേഫാ, നിന്റെ മൃഗസമ്പത്ത് സേഫാ. ദൈവം വേലി കെട്ടിയതിനകത്തേക്ക് അല്ലെ ഇയ്യോബിന്റെ ചരിത്രങ്ങളിൽ കൂടെ പഠിപ്പിച്ചു. സാക്ഷാൽ ലൂസിഫറിന് കയറാൻ പറ്റിയില്ല. ഓർക്കുന്നുണ്ടോ ഞാൻ പഠിപ്പിച്ചത്? ഇയ്യോബിന് ചുറ്റും, ഇയ്യോബിന്റെ കുടുംബത്തിന് ചുറ്റും, ഇയ്യോബിന്റെ നന്മയ്ക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. സാത്താൻ വന്ന് നോക്കിയപ്പോൾ കയറാൻ പറ്റുന്നില്ല. അവന്റെ ആടുകളും കാളകളും ഒക്കെ എങ്ങനെ നടക്കുന്നേ? തുള്ളിച്ചാടി നടക്കുന്നത്.
പക്ഷെ അതിൻ്റെ ഒരെണ്ണത്തിനെങ്കിലും കാല് തല്ലി ഓടിക്കണമെന്നുണ്ട്. കാരണം ഒത്തി നടക്കുന്ന കാണണം പുള്ളിക്ക്, സാത്താൻ. ഈ ആടും മൃഗങ്ങളും ഒക്കെ തുള്ളിച്ചാടി നടക്കുന്നത് കാണാൻ ഇഷ്ടമല്ല. ഇവനെ ഒന്ന് കാലെങ്കിലും ഒന്ന് തല്ലി ഓടിച്ച് ഒത്തി നടക്കുന്ന ഒരു വീക്കാണ്, അങ്ങനെ നടക്കുന്നത് കണ്ടാൽ സന്തോഷം വന്നേന്. പക്ഷെ കയറാൻ പറ്റുന്നില്ല. എന്താ കയറാൻ പറ്റാത്തത്? വേലി കെട്ടിയത് ആരാ? നമ്മളെ കർത്താവ്, യേശു കർത്താവ് വേലി കെട്ടിയത്. കർത്താവാ കാവൽ, ദൈവമാ സുരക്ഷ. ദൈവം കെട്ടിയ വേലിക്കകത്ത് ലൂസിഫറിന് കയറാൻ പറ്റിയില്ലെങ്കിൽ, യേശുവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന് ചുറ്റും ദൈവം നിനക്ക് ചുറ്റും വേലി കെട്ടട്ടെ. തന്റെ ദൂതന്മാരെ അയച്ച് നിനക്ക് കാവൽ നൽകട്ടെ. കേട്ടോ, കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ, ഓപ്പണിങ്സ്, തുറക്കപ്പെട്ട വാതിലുണ്ടെങ്കിൽ കർത്താവേ അതിനെ അടയ്ക്കുന്നു. അതിനകത്തേക്ക് ഒരു ദുഷ്ടശക്തിയും കയറരുത്. ഒരു അശുദ്ധ ശക്തിയും കയറരുത്. ഇരുട്ടിന്റെ ശക്തി കയറരുത്. നിന്റെ വീട് ഇരുട്ടിനുള്ളതല്ല, നിന്റെ വീട് വെളിച്ചത്തിനുള്ളതാണ്. നമ്മുടെ വീട് എന്തിനുള്ളതാ? യേശുവിന്റെ വെളിച്ചത്തിനുള്ളതാണ്. വെളിച്ചമുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പാട്ടൊക്കെ പാടും. ചില ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. കരയുന്ന സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും ഒന്നുമല്ല. യേശുവേ, എന്നെ ഇത്രയും സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. കർത്താവിന്റെ സാന്നിധ്യം, സാമീപ്യം എനിക്കറിയാം എൻ്റെ വീട്ടിനകത്ത്. കുക്ക് ചെയ്യുമ്പോഴും കരഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. അവർ ദൈവത്തോട് സംസാരിക്കുക, അവർക്കറിയാം ദൈവത്തോട്. ജോലി ചെയ്യുമ്പോഴോ, ജോലി ചെയ്യുമ്പോൾ കർത്താവിനോട് സംസാരിച്ചോണ്ടോ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യും, വണ്ടി ഓടിക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞോണ്ടാ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വർഷിപ്പ് ചെയ്യുമ്പോഴോ, പാട്ട് പാടുമ്പോഴോ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും നിങ്ങളുടെ മനസ്സ് കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് കിടക്കണം. കർത്താവ് സംസാരിച്ചോ. ഇന്ന് തിരിച്ചു വിടുന്ന് പോകുമ്പം, ആലയത്തിൽ തിരിച്ചു പോകുമ്പം ഉള്ളി കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് പോകണം. അപ്പൊ എൻ്റെ കൂടെ വരണേ, എൻ്റെ വീട്ടിലേക്ക് വരണേ, എന്നോട് അങ്ങ് സംസാരിക്കണേ. അല്ലേ? രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും ചില സമയത്ത് ഞാൻ ഇപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ കുറവാണ്. ഇപ്പം അങ്ങ് വല്ലാതെ ഉറക്കാം, ശരീരം ക്ഷീണിതമായി ഉറങ്ങും. പക്ഷെ രാത്രി അല്ലാത്ത സമയത്തിന് ഉറങ്ങുമ്പോൾ ഞാൻ കർത്താവേ സംസാരിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. ഉറക്കത്തി ഞാൻ കരയുമായിരുന്നു. ഉറക്കത്തി, സങ്കടം കൊണ്ടല്ല. എനിക്കറിയാം എൻ്റെ മുറിക്കകത്ത് യേശു കർത്താവ് ഇറങ്ങി നിൽക്കുക, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. മണിക്കൂറുകൾ. ചില സമയത്താണ് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഉറങ്ങാൻ വന്ന് കിടക്കും. 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഉറങ്ങാനോട് കിടക്കും. അങ്ങോട്ട് കിടക്കുമ്പോഴത്തേന് എൻ്റെ മുമ്പിൽ ഒരു ശബ്ദം വരും, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റ് കട്ടിലോട്ട് ചാരിയിരിക്കും. അവിടെ നിന്ന് കരയാൻ തുടങ്ങും. എന്തിനാ കരയുന്നത് എനിക്കറിയില്ല. ഞാൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ ഓർത്ത് കരയുക. ചിലപ്പോൾ സമയം നോക്കുമ്പോൾ രാത്രി 3 മണി വരെ ഇരുന്ന് കരയുക. എന്തിനാ കരയുന്നത്? അവിടെയുള്ള ജനങ്ങൾ ഒരാൾ കൂടി നശിച്ചു പോകല്ലേ. എനിക്ക് ആരെ അറിയത്തില്ല അവിടെ. ഇതായിരുന്നു ആൻഡമാനിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകാനുള്ള തുടക്കം. രാത്രികളിൽ നിന്ന് കരയുക. എനിക്ക് അറിയത്തില്ല ആരെയും. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. അപ്പച്ചൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ക്ലെൻസിങ് ആവും, വിശുദ്ധമാവും. കേട്ടോ? എന്തോ ആയിത്തീരും? കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്തോറും എന്തോ ആയിത്തീരും? നമ്മുടെ ജീവിതം എന്തായിത്തീരും? പറഞ്ഞോ, വിശുദ്ധമായി തീരും. കാരണം നീ കേട്ട ശബ്ദം വിശുദ്ധൻ്റെയാ. നീ കേട്ട ശബ്ദം ആരുടെയാ? വിശുദ്ധൻ്റെയും വിശ്വസ്തൻ്റെയും. ചിലർ പള്ളിയിൽ പോയിട്ടും പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞു വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൾച്ചറില്ലാത്ത സംസാരം. ഞാൻ ഇവരോട് ചോദിക്കുക, ഇപ്പോഴല്ല പള്ളി ചോദിക്കാറ്, നിങ്ങൾ പള്ളിയിൽ തന്നെയാണോ പോയത്? സൺഡേ ആരാധിക്കാനാണോ പോയത്? ഉപവാസ പ്രാർത്ഥനയ്ക്കാണോ പോയത്? പള്ളിയിൽ തന്നെയാണോ നിങ്ങൾ പോയത്? നിങ്ങൾ എവിടെ പോയിട്ടാണ് വരുന്നത്? ദൈവത്തെ കാണാനും ദൈവസന്നിധി പോയവരാണെങ്കിൽ എങ്ങനെയായിരിക്കും?
വിശുദ്ധന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ ആരായിത്തീരും? വിശുദ്ധരാകും. വിശ്വസ്തന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ ആരായിത്തീരും? ഒരിക്കലും അവിശ്വസ്ത കാണിക്കത്തില്ല. ഒരിക്കലും അവിശ്വസ്ത കാണിക്കത്തില്ല. ബൈബിളാ വായിക്കുന്നെങ്കിൽ ബൈബിൾ വിശുദ്ധമാണ്. വചനം വിശുദ്ധമാണ്. വചനത്തിനകത്ത് പലരുടെ സ്വഭാവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ദൈവം എഴുതി വെച്ച് എന്തിനാണെന്നറിയാമോ? എടാ, നിന്നെ വിളിച്ചപ്പം നീ വിശുദ്ധിയോടെ ജീവിച്ചില്ല, നീ ചെയ്ത പാപം എഴുതി വെച്ചു. കാരണം ദൈവം വൈറ്റ് വാഷ് ചെയ്യത്തില്ല, അതങ്ങനെ എഴുതി വെക്കും. ദൈവം വൈറ്റ് വാഷ് ചെയ്യത്തില്ല. എൻ്റെ ചെറുക്കനാ ദാവീദാ, എൻ്റെ ഹൃദയപ്രകാരം ഉള്ളവനാ, അവൻ മറ്റൊരുത്തൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റിയതാ, അത് വിട്ടേര്, അത് കളഞ്ഞേര്, അതിനെ ന്യായീകരിച്ചില്ല ദൈവം. അത് ശരിയാ, ഞാനത് പറഞ്ഞിട്ടാ. നോ 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 ദൈവം എഴുതി വെച്ചു. ദാവീദിനെ തമ്പിനെ തല്ലി ദൈവം ശിക്ഷിച്ചു. എന്തിനാ എഴുതി വെച്ചേക്കുന്നത്? ദൈവം പാപത്തെ വെറുക്കുന്നു. വൈറ്റ് വാഷ് ചെയ്തില്ല. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം എന്തുവായിരുന്നു? നീ അത് ചെയ്ത തെറ്റാ, നിനക്ക് ശിക്ഷയുണ്ട്. ദൈവം എഴുതി വെച്ചു. ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയെന്ന്. ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയെന്നാ. നമ്മൾ ദൈവത്തിന്റെ അടുക്ക വരുന്തോറും വചനം കേൾക്കുന്തോറും എന്തായി തീരണം? വിശുദ്ധരായി തീരണം, വിശ്വസ്തരായി തീരണം. ആത്മീക വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണം. വെളിച്ചം നിറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ബലമാണ്. വെളിച്ചം നിറഞ്ഞാൽ എന്തോ പറ്റും? നിങ്ങളുടെ ഹൃദയത്തിൽ ഭയങ്കര ബലമാണ്. നിങ്ങൾ എന്തോ പുലി പോലെ നിൽക്കും. വെളിച്ചം, നിങ്ങളുടെ നീതിയുള്ള ഹൃദയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ബലത്തോടെ നിൽക്കും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യും. ഏറ്റവും നിസ്സാര കാര്യം തൊട്ട് തന്നെ യു പ്രാക്ടീസ് റൈച്ചസ്നെസ്, ട്രൂത്ത്. കളിക്കാൻ പോയി, ആരും കണ്ടില്ല, ഒരു ഫൗൾ ചെയ്തു. നിങ്ങൾ പറയണം നോ. ഫുട്ബോൾ കളിക്കാൻ പോയി, നിങ്ങളുടെ കയ്യിൽ വന്ന് ബോൾ കൊണ്ടു, അവരാരും കണ്ടില്ല, നോ, ഇറ്റ്സ് ഫൗൾ. ആരും കണ്ടു കാണത്തില്ല. വോളിബോൾ കളിക്കാൻ പോയി, ആരും കണ്ടില്ല, അടിച്ചപ്പോൾ നെറ്റേ കൊണ്ടു, അത് ഫൗളാ. ആരും റഫറിയും കണ്ടില്ല, വിസിലടിച്ചില്ല, പോയിന്റ് കിട്ടി, പറഞ്ഞോ എൻ്റെ കൈ കൊണ്ടു. നിങ്ങളുടെ മനസാക്ഷിയെ നിങ്ങൾ വഞ്ചിക്കാതിരിക്കാമോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിങ്ങളെ ഓണർ ചെയ്യും. സത്യം പ്രാക്ടീസ് ചെയ്യും, വെളിച്ചം പ്രാക്ടീസ് ചെയ്യും, നന്മ പ്രാക്ടീസ് ചെയ്യും. കേട്ടോ? അതിനകത്ത് എവിടെയെങ്കിലും അബദ്ധം പറ്റുമോ ദൈവത്തോട്, കർത്താവേ എനിക്ക് അബദ്ധം പറ്റി, സോറി, എനിക്കൊരു ചാൻസ് കൊടുത്താൽ ഞാൻ കറക്റ്റ് ചെയ്യാം. അതിന് ന്യായീകരിക്കില്ല, അത് മാത്രമുള്ള ദൈവത്തിന്റെ പ്രശ്നം. അപ്പം സോറി, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഒരവസരം കൂടെ തരണേ. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന് അറിയാൻ നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. കേട്ടോ? വളരുക, ദൈവത്തിൽ വളരുക. വീണടത്ത് കിടക്കല്ല്, അവിടുന്ന് എഴുന്നേക്കണം. വീണടത്ത് കിടക്കരുത്, അവിടുന്ന് എഴുന്നേൽക്കണം. നമുക്കിതൊക്കെ കാണാം. റിസ്റ്റോർ ചെയ്താൽ ഇൻഡിവിജ്വലി ദൈവം റിസ്റ്റോർ ചെയ്യും. ഇൻഡിവിജ്വലി നിങ്ങളുടെ ഫാമിലി റിസ്റ്റോർ ആകും. ചിൽഡ്രന്റെ മീതെ, നിങ്ങളുടെ പൊസഷന്റെ മീതെ, ചർച്ചിന്റെ മീതെ, നിങ്ങളുടെ മിനിസ്ട്രിയുടെ മീതെ, നിങ്ങളുടെ സിറ്റിയുടെ മീതെ, ജോലി, എവറി ഏരിയ, ഫിനാൻസ്, നിങ്ങളുടെ ഇമോഷൻസ്, ഓരോ ഏരിയ ബിൽഡ് ചെയ്യണം. വചനം കൊണ്ട് ബിൽഡ് ചെയ്യണം. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതം മുഴുവനും ദൈവത്തിന്റെ കാവലിലാകട്ടെ. ബൈബിൾ പറയുന്നു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളുടെ മീതെ കൂടനക്കി പറക്കുന്നത് പോലെ. കഴുകൻ കുഞ്ഞുങ്ങളുടെ മീതെ കൂടനക്കി പറക്കും. കഴുകൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കും. കുഞ്ഞുങ്ങളുടെ മീതെ കണ്ണുണ്ട്. എന്നാൽ കഴുകനെ 4-5 കിലോമീറ്റർ ഉയരത്തിൽ പറന്നാലും അതിൻ്റെ കണ്ണിന് ഭയങ്കര കാഴ്ച. കേട്ടോ, ഇത്തിരി ഉള്ളെങ്കിലും ഭയങ്കര കാഴ്ചയാണ്. ഏതെങ്കിലും ഒരു ബേർഡോ ഒരു സ്നേക്കോ ഏതെങ്കിലും കയറാൻ പറ്റാത്ത പാറയിലോ എല്ലാം കാണാം, അതുവഴി കാണാൻ പറന്നു കഴിഞ്ഞാൽ കഴുകൻ ഒരൊറ്റ ഡൈവ് ചെയ്യും. കഴുകന്റെ ഡൈവ് കണ്ടാൽ മതി, മറ്റുള്ള പക്ഷികൾ ജീവനും കൊണ്ട് ഓടിക്കും. ബുള്ളറ്റ് പോലെ വരുന്നത് കഴുക. കഥ പറയുന്നത് എങ്ങനെയാ? നിന്റെ അടുക്ക ഞാൻ കാണത്തില്ല, പക്ഷെ നിന്റെ മീതെ ഞാനുണ്ട്. കഴുകൻ തന്റെ കുഞ്ഞ് നിന്റെ അടുക്കലേക്ക് ശത്രു വരുമ്പോൾ കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത, ബൈബിൾ പറയുന്നത് എന്തുവാ? കഷ്ടകാലത്ത് ഞാൻ ഏറ്റവും അടുത്ത തുണയാ. കർത്താവിന്റെ സാമീപ്യം അറിയാം. പ്രാർത്ഥിക്കാം. യേശുവാണ് സകലതും.
യേശുവാണ് സകലതും. യേശുവാണ് എൻ്റെ നന്മ, യേശുവാണ് എൻ്റെ അനുഗ്രഹം, യേശുവാണ് എൻ്റെ എല്ലാം. ഒന്ന് പ്രാർത്ഥിച്ച കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ജീവനായി തീരട്ടെ. കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി തീരട്ടെ. കേട്ട വചനം ഇപ്പോൾ തന്നെ നിങ്ങളത് മെഡിറ്റേറ്റ് ചെയ്യും, നാളത്തേന് വെക്കാതെ. നാളെ വേറെ കാര്യങ്ങളൊക്കെ വരും. പിന്നീട് വെച്ചവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അന്നേരം ചെയ്തു പോയവർ മാത്രമേ ബിൽഡായിട്ടുള്ളൂ. ചെയ്തു ഇപ്പം തന്നെ ചെയ്തു. അതായത് കേട്ട വചനം എൻ്റെ ലൈഫിൽ ബിൽഡാകട്ടെ. കേട്ട വചനം എൻ്റെ ലൈഫിൽ ജീവനാകട്ടെ. ഞാനതിനെ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സഭയെ അനുഗ്രഹിക്കുന്നു, ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെ ജീവിതം, ആരോഗ്യം, കുടുംബം, കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാം ദൈവത്താൽ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അവരുടെ ആരോഗ്യം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അവരുടെ സമ്പത്ത്, ജോലി, ബിസിനസ് എല്ലാം യേശുവിന്റെ നാമത്തിൽ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അരുതാത്തത് മുഴുവനും അവരുടെ പരിധിക്കകത്ത് വന്നു കയറിയേക്കുന്നതുണ്ടെങ്കിൽ അവ യേശുവിന്റെ അഗ്നിയാൽ, വചനത്താൽ കരിഞ്ഞു പോകട്ടെ. അതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. വചനത്താൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപയിൽ ഇവരെ പൊതിയണമേ, സഭയെ പൊതിയണമേ. തിരുനാമം ഉയരണം അപ്പാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ വചനത്തെ, അതിന്റെ ജീവനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ഇവിടെ പെയ്തിറങ്ങിയ അങ്ങയുടെ വചനത്തിന് സ്തോത്രം, ആ വെളിച്ചത്തിന് സ്തോത്രം. അങ്ങയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ മടങ്ങിപ്പോകുമ്പോൾ ഇവരുടെ ജീവനെ, സ്വഭാവത്തെ, വികാരങ്ങളെ, ചിന്തകളെ, ഇവരുടെ എല്ലാ ഏരിയകളിലും വിശുദ്ധീകരണത്തിൽ മടങ്ങിപ്പോകട്ടെ. യേശുവിനോട് കൂടുതൽ ഇവർ അടുക്കട്ടെ. കൃപയിൽ പൊതിയണമേ. തിരുനാമം ഉയരണമേ. അവരുടെ ജനത്തിന് ഈ ആഴ്ച വേണ്ടി എല്ലാ നന്മയും തുറന്നു കൊടുക്കണം, കാവലും തുറന്നു കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം. സാമ്പത്തികമായി, ശാരീരികമായി, ആത്മീകമായി, ഭൗതികമായി, സാംസ്കാരികമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപയിൽ പൊതിഞ്ഞാട്ടെ. മഹത്വം ദൈവം കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് വേഗം വരും. അതിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ.